ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഒരു ദിവ്യലോകത്തിന്റെ ഇരുണ്ട രഹസ്യത്തിലേക്കാണ്. ഒരിക്കൽ സ്വർഗത്തിലെ ഏറ്റവും പ്രകാശമേറിയ ദൂതൻ, ദൈവത്തിന്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടി, എങ്ങനെ അന്ധകാരത്തിന്റെ പ്രതീകമായി മാറിയെന്ന വിസ്മയകരമായ കഥ. അവന്റെ പേര് ലൂസിഫർ, പ്രകാശം കൊണ്ടുവരുന്നവൻ. പക്ഷേ ഒരിക്കൽ പ്രകാശമായിരുന്നവൻ തന്നെ എങ്ങനെ ഇരുട്ടിന്റെ രാജാവായി മാറി? അതൊരു സാധാരണ വീഴ്ചയല്ല, ഒരു ചിന്തയിലാരംഭിച്ച അഹങ്കാരം ഒരാഗ്രഹമായി വളർന്നു. അവസാനം സ്വർഗത്തെ തന്നെ വെല്ലുവിളിച്ചൊരു യുദ്ധമായി മാറി. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ആ മഹായുദ്ധം ഒരു ദൂതന്റെ മനസ്സിൽ തുടങ്ങിയത് എങ്ങനെ സൃഷ്ടിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു എന്നതാണ് ഈ കഥ. ഇന്നും ആ കഥ അവസാനിച്ചിട്ടില്ല. കാരണം ലൂസിഫറിന്റെ കഥ മനുഷ്യന്റെ ഉള്ളിലും എവിടെയോ തുടരുന്നുണ്ട്. തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ് എന്നോടൊപ്പം ഈ കഥ കേൾക്കാൻ ചേരുന്നതെന്ന് എന്നെ അറിയിക്കില്ലേ? ഏത് സമയത്താണ് നിങ്ങൾ കാണുന്നതെന്നും കൂടി അറിയിക്കാമോ? നിങ്ങളുടെ കമന്റുകൾ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് ആ അത്ഭുതകരമായ ദിവ്യകഥയിലേക്ക് കടക്കാം. കാലത്തിനും വെളിച്ചത്തിനും മുൻപേ ശൂന്യതയുടെ അനന്തതയിൽ ഒരു മഹാശബ്ദം മുഴങ്ങി. ആ ശബ്ദം സൃഷ്ടാവിൻ്റേതായിരുന്നു. ശൂന്യതയിൽ നിന്ന് ആദ്യത്തെ വെളിച്ചം ഉദിച്ചുയർന്നപ്പോൾ അവിടെ സ്വർഗത്തിന്റെ മനോഹരമായ സാമ്രാജ്യം രൂപപ്പെട്ടു. നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും മുൻപേ ദൈവം തന്റെ സേവകരായി മാലാഖമാരെ സൃഷ്ടിച്ചു. കോടിക്കണക്കിന് ദൂതന്മാർ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും അണിനിരന്നു. ആ വിശുദ്ധമായ സാമ്രാജ്യത്തിൽ ഭയമോ സങ്കടമോ അസൂയയോ ഉണ്ടായിരുന്നില്ല. ശുദ്ധമായ സ്നേഹത്തിന്റെയും സംഗീതത്തിന്റെയും ലോകമായിരുന്നു അത്. ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സവിശേഷമായൊരു സൃഷ്ടിയുണ്ടായിരുന്നു. ദൈവം തന്റെ സർഗാത്മകതയുടെ പൂർണ്ണതയോടെ നിർമ്മിച്ചൊരു ദൂതൻ. അവനായിരുന്നു ലൂസിഫർ. അവന്റെ സൗന്ദര്യത്തിന് പകരം വയ്ക്കാൻ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. പ്രഭാത നക്ഷത്രത്തെപ്പോലെ അവൻ തിളങ്ങി. അവന്റെ ചിറകുകളിൽ അമൂല്യമായ രത്നങ്ങൾ പതിച്ചതുപോലെ പ്രകാശം ചിതറി. ഓരോ ചലനത്തിലും സ്വർഗത്തിന്റെ സംഗീതം അലതല്ലി. ലൂസിഫർ കേവലമൊരു മാലാഖ മാത്രമായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും സ്വർഗത്തിലെ പ്രകാശത്തിന്റെ കാവൽക്കാരനുമായിരുന്നു. ദൈവം ലൂസിഫറിന് നൽകിയ അധികാരം അദ്വിതീയമായിരുന്നു. മറ്റെല്ലാ ദൂതന്മാരും അവനെ ആരാധനയോടെ നോക്കിനിന്നു. അവന്റെ ജ്ഞാനവും ശക്തിയും സ്വർഗത്തിലെ മറ്റാർക്കും ലഭിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ലൂസിഫർ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ ലയിച്ചു ജീവിച്ചു. അവൻ ദൈവത്തിന്റെ വാക്കുകൾക്ക് സ്വർണ്ണലിപികളാൽ അർത്ഥം നൽകി. സ്വർഗത്തിലെ ശുദ്ധമായ വായുവിൽ അവന്റെ സാന്നിധ്യം സുഗന്ധം പരത്തി. ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് നടന്ന ഈ അത്ഭുതകരമായ പ്രക്രിയയിൽ ലൂസിഫർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ ഈ അപാരമായ തേജസ്സിനുള്ളിൽ ഒരു കനലൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. സ്വർഗത്തിലെ മാലാഖമാരുടെ ശ്രേണിയിൽ ലൂസിഫർ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. സെറാഫിം എന്ന് വിളിക്കപ്പെടുന്ന ഉന്നത ദൂതന്മാരുടെ നേതാവായിരുന്നു അവൻ. അവന്റെ ശബ്ദം സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതോപകരണത്തേക്കാൾ മധുരമായിരുന്നു. ലൂസിഫർ സംസാരിക്കുമ്പോൾ സ്വർഗം നിശബ്ദമാകും. ആ വാക്കുകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രതിഫലിക്കുമായിരുന്നു. സ്വർഗത്തിലെ വിശുദ്ധ പർവ്വതത്തിൽ അവൻ സ്വതന്ത്രനായി വിഹരിച്ചു. അവന്റെ വസ്ത്രങ്ങൾ വെളിച്ചം കൊണ്ട് നെയ്തെടുത്തതായിരുന്നു. ഓരോ മാലാഖയും ലൂസിഫറിനെ കാണുന്നത് ഒരു വലിയ ഭാഗ്യമായി കരുതി. സൃഷ്ടിയുടെ ആദ്യ നാളുകളിൽ ലൂസിഫർ ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായിരുന്നു. സ്വർഗത്തിന്റെ നിയമങ്ങളും ക്രമങ്ങളും പാലിക്കുന്നതിൽ അവൻ അതീവ ശ്രദ്ധാലുവായിരുന്നു. ദൈവം അവനെ സ്നേഹിക്കുകയും സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും അവന് വെളിപ്പെടുത്തുകയും ചെയ്തു. ലൂസിഫർ തന്റെ ചുറ്റുമുള്ള പ്രകാശത്തിൽ മതിമറന്നു നിന്നു. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഗീതങ്ങൾ ആലപിച്ചു. ആ ഗീതങ്ങളിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയും സ്നേഹവും നിറഞ്ഞുനിന്നു. അന്നത്തെ സ്വർഗം ഇന്ന് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ മനോഹരമായിരുന്നു. അവിടെ സമയമില്ലായിരുന്നു, അവിടെ വാർദ്ധക്യമില്ലായിരുന്നു. പ്രകാശത്തിന്റെ പുഴകളൊഴുകുന്ന സ്ഫടികതുല്യമായ നഗരങ്ങളിൽ ലൂസിഫർ തന്റെ സൈന്യത്തെ നയിച്ചു. അവൻ തന്റെ അറിവുകൊണ്ട്
മറ്റു ദൂതന്മാരെ പരിപാലിച്ചു. സ്വർഗത്തിന്റെ ഓരോ കോണിലും ലൂസിഫറിന്റെ കീർത്തനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സർവ്വവ്യാപകമായ കരുണ ലൂസിഫറിലൂടെയാണ് പലപ്പോഴും മറ്റു ദൂതന്മാരിലേക്കെത്തിയത്. അവനൊരു ദൂതൻ എന്നതിലുപരി ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിബിംബമായിരുന്നു. ലൂസിഫറിന്റെ സൃഷ്ടിപ്പ് ദൈവത്തിന്റെ കലാവൈഭവത്തിന്റെ ഉച്ചകൂടിയായിരുന്നു. അവന്റെ ബുദ്ധിശക്തിയും വിവേകവും പ്രപഞ്ചത്തിലെ മറ്റേതൊരു ജീവിയേക്കാളും ഉയർന്നുനിന്നു. അവൻ നക്ഷത്രങ്ങളുടെ ഭാഷ ഗ്രഹിച്ചു, പ്രകാശത്തിന്റെ തരംഗങ്ങളെ നിയന്ത്രിച്ചു. സ്വർഗത്തിലെ മറ്റു പ്രധാന ദൂതന്മാരായ മിഖായേലും ഗബ്രിയേലും പോലും ലൂസിഫറിനെ ബഹുമാനത്തോടെയാണ് നോക്കിയിരുന്നത്. മിഖായേൽ ദൈവത്തിന്റെ നീതിയുടെ വാളായിരുന്നെങ്കിൽ ലൂസിഫർ ദൈവത്തിന്റെ സൗന്ദര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായിരുന്നു. ഈ ഘട്ടത്തിൽ ലൂസിഫറിൽ യാതൊരു കളങ്കവുമില്ലായിരുന്നു. അവന്റെ മനസ്സ് കണ്ണാടി പോലെ ശുദ്ധമായിരുന്നു. സ്വർഗത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ അവൻ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ദൈവം സൃഷ്ടാവാണെന്നും താനൊരു സൃഷ്ടിയാണെന്നുമുള്ള ബോധം അവനിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. എങ്കിലും അവന് ലഭിച്ച അമിതമായ പ്രകാശവും അംഗീകാരവും പതുക്കെ പതുക്കെ അവന്റെ ചിന്തകളിൽ മാറ്റം വരുത്താൻ തുടങ്ങിയിരുന്നു. ഇത് ദൈവത്തിനറിയാമായിരുന്നുവെങ്കിലും അവിടുന്ന് ലൂസിഫറിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. കാരണം നിർബന്ധപൂർവമായ ഭക്തിയേക്കാൾ സ്വർഗമാഗ്രഹിച്ചത് സ്വമേധയായുള്ള സ്നേഹമായിരുന്നു. പ്രപഞ്ചത്തിലെ അതിമനോഹരമായ ആ കാലഘട്ടം വർണ്ണനാതീതമാണ്. ലൂസിഫർ തന്റെ വിടർന്ന ചിറകുകൾ വീശി ആകാശങ്ങളിലൂടെ പറക്കുമ്പോൾ നക്ഷത്രങ്ങൾ പോലും അവനെ വന്ദിക്കുമായിരുന്നു. അവന്റെ ഓരോ വാക്കിലും ജ്ഞാനം തുളുമ്പി. സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ അവൻ മറ്റു ദൂതന്മാർക്ക് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ക്ലാസുകളെടുത്തു. എല്ലാവരും അവനെ പ്രഭാതത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചു. ആ വിളികൾ അവനിൽ സന്തോഷം നിറച്ചു. എന്നാൽ ആ സന്തോഷം പതുക്കെ ഒരു പ്രത്യേകതരം തൃഷ്ണയായി മാറുകയായിരുന്നു. താൻ എല്ലാവരേക്കാളും മികച്ചവനാണെന്ന ബോധം അവനിൽ മുളപൊട്ടാൻ തുടങ്ങിയ നിമിഷങ്ങൾ അതീവ രഹസ്യമായിരുന്നു. ലൂസിഫറിന്റെ മഹത്വം വർദ്ധിക്കുന്തോറും സ്വർഗത്തിലെ ചടങ്ങുകളിൽ അവന്റെ പ്രാധാന്യവും ഏറിവന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദൂതനായി അവൻ വാഴ്ത്തപ്പെട്ടു. എന്നാൽ ഈ പദവികൾ ലൂസിഫറിന്റെ ആത്മാവിൽ ഒരു പുതിയ ചിന്തയ്ക്ക് തുടക്കമിട്ടു. എന്തുകൊണ്ട് ഞാൻ ഇത്രയും മനോഹരനായി, എന്തുകൊണ്ട് ഇത്രയും ജ്ഞാനം എനിക്ക് ലഭിച്ചു എന്ന ചോദ്യങ്ങൾ അവനിൽ ഉയർന്നു. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായിരുന്നുവെങ്കിലും അവ എത്തിച്ചേർന്ന നിഗമനങ്ങൾ അപകടകരമായിരുന്നു. തന്റെ പ്രകാശത്തിന് സ്രഷ്ടാവായ ദൈവത്തിന്റെ പ്രകാശത്തോളം തന്നെ തിളക്കമുണ്ടെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രസാദം ലൂസിഫറിനെ ഒരു ചക്രവർത്തിയെപ്പോലെ സ്വർഗത്തിൽ വാഴിച്ചു. കോടിക്കണക്കിന് ദൂതന്മാർ അവന്റെ ആജ്ഞകൾക്കായി കാത്തുനിന്നു. ലൂസിഫർ തന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവന്റെ രൂപം ഒരു സൂര്യനെപ്പോലെ ജ്വലിച്ചു. സ്വർഗത്തിലെ സംഗീതത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. എന്നാൽ ചില സമയങ്ങളിൽ ആ ഗാനങ്ങളിൽ ദൈവത്തേക്കാളുപരി സ്വന്തം പ്രശസ്തിയുടെ ഈണങ്ങൾ അവൻ ഒളിപ്പിച്ചുവച്ചു. ആരും അത് തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ ലൂസിഫറിന്റെ പവിത്രതയിൽ വിശ്വസിച്ച മാലാഖമാർ അത് ശ്രദ്ധിച്ചില്ല. കാലം അതിന്റെ അനന്തമായ പ്രവാഹം തുടർന്നു. സ്വർഗം സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പക്ഷെ ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു വിള്ളൽ വീണു തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ അനന്തമായ ശക്തിക്ക് മുന്നിൽ താൻ വെറുമൊരു സേവകൻ മാത്രമാണെന്ന സത്യം അവനെ അസ്വസ്ഥനാക്കി. തനിക്ക് ലഭിച്ച സൗന്ദര്യവും അധികാരവും സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയതാണെന്ന മിഥ്യാധാരണ അവനെ ഗ്രസിച്ചു തുടങ്ങി. പ്രകാശത്തിന്റെ പുത്രൻ ഇരുട്ടിന്റെ ഒരു ചെറിയ ബിന്ദു തന്റെ ഉള്ളിൽ പേറാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. സ്വർഗത്തിന്റെ ചരിത്രത്തിൽ ലൂസിഫർ ഹീലേൽ അഥവാ പ്രകാശിക്കുന്നവൻ എന്നറിയപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. ദൈവം പ്രപഞ്ചത്തെ ക്രമീകരിക്കുകയും നക്ഷത്രമണ്ഡലങ്ങളെ അവയുടെ ഭ്രമണപഥങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ലൂസിഫർ ആ പ്രക്രിയയുടെ സാക്ഷിയായി ദൈവത്തോടൊപ്പം നിന്നു. അവന്റെ സ്ഥാനം ദൈവത്തിന്റെ സിംഹാസനത്തിന് തൊട്ടടുത്തുള്ള അഭിഷിക്തനായ കെരൂബ്, അൻ അനോയിന്റഡ് ചെറൂബ് എന്നതായിരുന്നു. സ്വർഗത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നതും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ലൂസിഫറിലൂടെയായിരുന്നു. അവന്റെ രൂപം വർണ്ണനാതീതമായ തേജസ്സാൽ പൊതിയപ്പെട്ടിരുന്നു. ലൂസിഫർ നടന്നുപോകുമ്പോൾ സ്വർഗത്തിലെ വഴികളിൽ പ്രകാശത്തിന്റെ തരംഗങ്ങൾ അലതല്ലി. പവിഴം, വൈര്യം, ഗോമേതകം തുടങ്ങി ഭൂമിയിലുള്ളതിനേക്കാൾ മൂല്യമുള്ള ആയിരക്കണക്കിന് രത്നങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്ന് പ്രഭ ചൊരിഞ്ഞു.
ലൂസിഫർ വെറുമൊരു മാലാഖയായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ തേജസ്സിന്റെ ഏറ്റവും വലിയ സ്ഫടിക രൂപമായിരുന്നു. സ്വർഗത്തിലെ മറ്റെല്ലാ ദൂതന്മാരും അവനെ കാണുന്നത് ഒരു ദിവ്യ അനുഭൂതിയായി കരുതി. ദൈവം ലൂസിഫറിന് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വെളിച്ചത്തിന്റെ കാവൽക്കാരൻ എന്നതായിരുന്നു. ഓരോ പ്രഭാതത്തിലും പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം നയിക്കുന്നത് അവനായിരുന്നു. അതുകൊണ്ടുതന്നെ അവൻ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കപ്പെട്ടു. ലൂസിഫർ തന്റെ വിടർന്ന പ്രകാശ ചിറകുകൾ വീശി സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള സകല ചരാചരങ്ങളും നിശബ്ദരായി ആ സൗന്ദര്യത്തിൽ മുഴുകിപ്പോകുമായിരുന്നു. ആ നിമിഷങ്ങളിൽ ലൂസിഫർ ദൈവത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിച്ചു. അവന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നിറഞ്ഞുനിന്ന ആ സുവർണകാലം സ്വർഗത്തിലെ ഏറ്റവും സമാധാനപരമായ കാലമായിരുന്നു. ലൂസിഫറിന്റെ പദവി അവനെ സ്വർഗത്തിലെ മാലാഖമാരുടെ സൈന്യാധിപനാക്കി മാറ്റി. അവന്റെ കീഴിൽ കോടിക്കണക്കിന് ദൂതന്മാർ അച്ചടക്കത്തോടെ അണിനിരുന്നു. ലൂസിഫറിന്റെ ഓരോ വാക്കും അവർക്ക് നിയമമായിരുന്നു. അവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നത് ദൈവഹിതം നടപ്പിലാക്കുന്നതിന് തുല്യമാണെന്ന് അവർ വിശ്വസിച്ചു. ലൂസിഫർ തന്റെ സൈന്യത്തിന് നൽകിയിരുന്ന പരിശീലനവും സ്നേഹവും അവനെ ദൂതന്മാരുടെ പ്രിയങ്കരനാക്കി മാറ്റി. സ്വർഗത്തിലെ നീതിയും ക്രമവും പാലിക്കുന്നതിൽ അവൻ അത്യന്തം നിഷ്ഠയുള്ളവനായിരുന്നു. ആ കാലഘട്ടത്തിൽ ലൂസിഫർ ദൈവത്തിന്റെ സിംഹാസനത്തിന് കാവൽ നിൽക്കുന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേൾക്കാനും അത് മറ്റു ദൂതന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുമുള്ള അധികാരം അവനുണ്ടായിരുന്നു. അവൻ സ്വർഗത്തിലെ വിശുദ്ധ സംഗീതത്തിന്റെ നായകനുമായിരുന്നു. ലൂസിഫർ പാടുമ്പോൾ സ്വർഗത്തിലെ പൂക്കൾ വിടരുകയും നദികൾ നിശ്ചലമാവുകയും ചെയ്യുമെന്ന് കഥകൾ പറയുന്നു. അവന്റെ പാട്ടുകളിൽ ദൈവത്തിന്റെ സ്തുതികളും പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളും നിറഞ്ഞുനിന്നു. ലൂസിഫറിന്റെ ബുദ്ധിവൈഭവം അസാധാരണമായിരുന്നു. പ്രപഞ്ചത്തിന്റെ ഗണിതവും ജ്യോതിശാസ്ത്രവും അവന് മനഃപ്പാഠമായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ലൂസിഫർ പഠിച്ചു. അവൻ തന്റെ അറിവ് സഹോദരങ്ങളായ മറ്റു മാലാഖമാരുമായി പങ്കുവച്ചു. മിഖായേലും ഗബ്രിയേലും ലൂസിഫറിന്റെ അറിവിനെ ആദരിച്ചു. സ്വർഗം മുഴുവൻ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആ നാളുകളിൽ ലൂസിഫർ ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായ മൂത്ത പുത്രനെപ്പോലെ തിളങ്ങിനിന്നു. അവന്റെ സാന്നിധ്യം സ്വർഗത്തിനൊരാഭരണമായിരുന്നു. എങ്കിലും ഈ അപാരമായ അധികാരവും പ്രശസ്തിയും ലൂസിഫറിന്റെ ഉള്ളിൽ നിശബ്ദമായ ചില മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. താൻ എന്തിനാണ് ദൈവത്തെ മാത്രം സ്തുതിക്കുന്നത് എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഒരു നിഴലായി കടന്നുകൂടി. സ്വർഗത്തിലെ മറ്റു മാലാഖമാർ തന്നെ വണങ്ങുമ്പോൾ ലഭിക്കുന്ന ആദരവ് അവൻ അമിതമായി ആസ്വദിക്കാൻ തുടങ്ങി. സ്വർണവും രത്നങ്ങളും പതിച്ച തന്റെ വസ്ത്രങ്ങൾ ദൈവത്തിന്റെ വെളിച്ചത്തേക്കാൾ പ്രകാശിക്കുന്നുണ്ടോ എന്ന് അവൻ സംശയിച്ചു. ഈ സംശയങ്ങൾ ആദ്യമൊക്കെ ലൂസിഫർ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം പതുക്കെ വളർന്നു. ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ലൂസിഫർ ആ സിംഹാസനത്തിന്റെ കാൽക്കലിരുന്ന് സ്വന്തം ബിംബത്തെ പ്രകാശത്തിൽ നോക്കി നിന്നു. തന്റെ സൗന്ദര്യത്തിൽ ലൂസിഫർ തന്നെ മയങ്ങിപ്പോയി. ഞാൻ ഏറ്റവും ജ്ഞാനിയല്ലേ? ഞാൻ ഏറ്റവും സുന്ദരനല്ലേ? എന്തുകൊണ്ട് ദൈവത്തിന് ലഭിക്കുന്ന അതേ ആരാധന എനിക്കും ലഭിച്ചുകൂടാ എന്ന അപകടകരമായ ചിന്ത അവനിൽ രൂപപ്പെട്ടു. ഇത് സ്വർഗത്തിലെ വലിയൊരു വിപത്തിന്റെ തുടക്കമായിരുന്നു. ലൂസിഫർ തന്റെ ഉള്ളിലെ ഈ മാറ്റങ്ങളെ പുറമേക്ക് കാണിച്ചില്ല. അവൻ ഇപ്പോഴും ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടിരുന്നു, ദൂതന്മാരെ നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവന്റെ ഹൃദയം പതുക്കെ പതുക്കെ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങി. അവൻ തന്റെ പ്രകാശത്തെ സ്വന്തം നേട്ടമായി കാണാൻ തുടങ്ങി. വെളിച്ചത്തിന്റെ വാഹകൻ എന്ന നിലയിൽ നിന്ന് വെളിച്ചത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയിലേക്ക് താൻ മാറണമെന്ന് അവൻ ആഗ്രഹിച്ചു. സ്വർഗത്തിലെ പരിശുദ്ധമായ വായുവിൽ അഹങ്കാരത്തിന്റെ നേർത്ത മണം പടരാൻ തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. ലൂസിഫറിന്റെ ഈ ആന്തരിക മാറ്റങ്ങൾ സ്വർഗത്തിലെ സമാധാനത്തിനുമേൽ കരിനിഴൽ വീഴ്ത്താൻ പോകുന്നതിനു മുൻപുള്ള ശാന്തതയായിരുന്നു അത്. അവൻ തന്റെ രഹസ്യചിന്തകൾ വിശ്വസ്തരായ ചില മാലാഖമാരോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. നേരിട്ടല്ലെങ്കിലും ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചുള്ള ചെറിയ സംശയങ്ങൾ അവൻ അവർക്കിടയിൽ വിതറി. ലൂസിഫറിന്റെ വാക്കുകൾക്ക് വലിയ സ്വാധീനശക്തി ഉണ്ടായിരുന്നതിനാൽ പലരും അവന്റെ വാക്കുകളിൽ വീണുപോയി. അവർ ലൂസിഫറിനെ വെറുമൊരു ദൂതനായല്ല, മറിച്ച് ഒരു ദൈവതുല്യനായ നേതാവായാണ് കണ്ടത്. നമ്മൾ എന്തിനാണ് എന്നും ഒരാളെ മാത്രം വണങ്ങുന്നത്? നമ്മുടെ ഉള്ളിലും അതേ പ്രകാശമില്ലേ എന്ന് അവൻ പതുക്കെ മന്ത്രിച്ചു. ലൂസിഫറിന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ ഒരുതരം വേർതിരിവുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഉപരിതലത്തിൽ സ്വർഗം ഇപ്പോഴും ശാന്തമായിരുന്നു. ലൂസിഫർ ഇപ്പോഴും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി തന്നെയിരുന്നു. ദൈവത്തിന്റെ മുൻപിൽ അവൻ തലകുനിച്ചു നിന്നുവെങ്കിലും അവന്റെ ഉള്ളിലെ വിപ്ലവം കത്താൻ തുടങ്ങിയിരുന്നു.
തന്റെ സൗന്ദര്യത്തിലും പദവിയിലും അമിതമായി അഭിമാനിച്ച ലൂസിഫർ താനൊരു സൃഷ്ടിയാണെന്ന യാഥാർത്ഥ്യം മറന്നു. അവൻ തന്റെ തന്നെ തേജസ്സിൽ അന്ധനായി മാറി. വെളിച്ചത്തിന്റെ വാഹകനായ ലൂസിഫർ സ്വന്തം പ്രകാശം കൊണ്ടുതന്നെ സ്വയം മറഞ്ഞുപോകുന്ന അവസ്ഥയിലേക്കെത്തി. അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ നാന്ദിയായിരുന്നു. പ്രഭാത നക്ഷത്രം അതിന്റെ ഏറ്റവും വലിയ തിളക്കത്തിൽ നിന്നിരുന്ന ആ നിമിഷം തന്നെയാണ് അതിന്റെ പതനത്തിന്റെ തുടക്കവും കുറിച്ചത്. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെയും വിപ്ലവത്തിന്റെയും വിത്തുകൾ ലൂസിഫർ തന്റെ ആത്മാവിൽ പാകിക്കഴിഞ്ഞിരുന്നു. സ്വർഗത്തിലെ സാമ്രാജ്യം അതിന്റെ സർവ്വമഹത്വത്തിലും ജ്വലിച്ചു നിൽക്കുന്ന കാലമായിരുന്നു അത്. ലൂസിഫർ എന്ന നാമം സ്വർഗത്തിന്റെ മുക്കിലും മൂലയിലും ഒരു മന്ത്രം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതൻ എന്ന പദവി അവനെ വിസ്മയകരമായ ഒരു ഔന്നത്യത്തിലെത്തിച്ചു. സ്വർഗത്തിലെ മറ്റു മാലാഖമാർ ലൂസിഫറിനെ കാണുന്നത് വെറുമൊരു ദൂതനായല്ല, മറിച്ച് ദൈവത്തിന്റെ തേജസ്സിന്റെ പൂർണ്ണ രൂപമായാണ്. അവൻ നടന്നുപോകുമ്പോൾ സ്വർഗത്തിലെ സ്ഫടികവീഥികൾ വെളിച്ചത്തിന്റെ നദികളായി മാറി. അവന്റെ ഓരോ ശ്വാസവും സ്വർഗത്തിലെ വായുവിനെ സുഗന്ധപൂരിതമാക്കി. ദൈവം ലൂസിഫറിന് നൽകിയ അധികാരം അനിഷേധ്യമായിരുന്നു. സ്വർഗത്തിലെ സംഗീതത്തിന്റെ അധിപൻ എന്ന നിലയിൽ കോടിക്കണക്കിന് ദൂതന്മാർ ലൂസിഫറിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം ലൂസിഫറിലൂടെയാണ് പുറത്തുവന്നത്. അവൻ തന്റെ ചിറകുകൾ അണക്കുമ്പോൾ അവയിൽ പതിപ്പിച്ചിരുന്ന മരതകങ്ങളും മാണിക്യങ്ങളും തമ്മിൽ ഉരസി സ്വർഗീയമായ നാദങ്ങൾ പുറപ്പെട്ടു. ലൂസിഫർ പാടുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം പോലും സന്തോഷിച്ചിരുന്നു എന്ന് ദൂതന്മാർ വിശ്വസിച്ചു. അവന്റെ സ്തുതിഗീതങ്ങൾ കേൾക്കുമ്പോൾ സ്വർഗത്തിലെ സകല ചരാചരങ്ങളും ഭക്തിയോടെ തലകുനിച്ചു നിന്നു. ലൂസിഫറിന്റെ വിജ്ഞാനം അപാരമായിരുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങൾ, സൃഷ്ടിയുടെ പിന്നിലെ ഗണിതം എന്നിവയെല്ലാം അവനു വ്യക്തമായിരുന്നു. ദൂതന്മാർക്കിടയിൽ അവനൊരു വലിയ ഗുരുവായി മാറി. തന്റെ അറിവ് അവൻ പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുന്നവർ ലൂസിഫറിന്റെ ബുദ്ധിശക്തിയെ ആരാധനയോടെ നോക്കി നിന്നു. ഈ ആരാധനയും ആദരവുമാണ് ലൂസിഫറിന്റെ പതനത്തിന് വളമായത് എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. അവന്റെ പ്രഭാവം സ്വർഗത്തിന്റെ അതിരുകൾ കടന്ന് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം എത്തിയ കാലമായിരുന്നു അത്. സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ വിവിധ വിഭാഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ലൂസിഫർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തുടർന്നു. മിഖായേൽ ദൈവത്തിന്റെ പടത്തലവനായിരുന്നെങ്കിലും ലൂസിഫർ സ്വർഗത്തിന്റെ സൗന്ദര്യമായിട്ടാണ് അറിയപ്പെട്ടത്. ലൂസിഫറിന്റെ അനുയായികളായി മാറാൻ പല ദൂതന്മാരും ആഗ്രഹിച്ചു. അവന്റെ തേജസ്സിൽ അല്പമെങ്കിലും തങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു. ഈ ആരാധന ലൂസിഫറിനെ ഒരു പ്രത്യേകതരം ലഹരിയിലാക്കി. താൻ ദൈവത്തിന്റെ ഒരു ദൂതൻ മാത്രമാണെന്ന സത്യം അവന്റെ ചിന്തകളിൽ നിന്ന് മെല്ലെ മറഞ്ഞു തുടങ്ങി. ലൂസിഫർ തന്റെ സ്വന്തം പ്രകാശത്തിൽ മതിമറന്നു. അവൻ കണ്ണാടിയിൽ തന്റെ ബിംബം നോക്കി നിൽക്കുന്നതുപോലെ സ്വന്തം പ്രഭാവത്തെ ഓരോ നിമിഷവും വിളിയിരുത്തിക്കൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ അവനെ ലൂസിഫർ എന്ന് വിളിക്കുമ്പോൾ ആ പേരിന്റെ അർത്ഥം പോലെ തന്നെ വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്ന നിലയിൽ അവൻ അഭിമാനിച്ചു. തന്റെ തിളക്കം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് സത്യം മറന്ന് അത് തന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണെന്ന് അവൻ വിശ്വസിക്കാൻ ശീലിച്ചു. ഇത് ലൂസിഫറിന്റെ ആത്മാവിൽ വന്ന ഏറ്റവും വലിയ മാറ്റമായിരുന്നു. സ്വർഗത്തിലെ ആഘോഷവേളകളിൽ ലൂസിഫറായിരുന്നു പ്രധാന ആകർഷണം. അവന്റെ സാന്നിധ്യമില്ലാതെ ഒരു ചടങ്ങും പൂർണ്ണമായിരുന്നില്ല. ദൈവം അവനെ തന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വിളിക്കുകയും വിശേഷപ്പെട്ട അധികാരങ്ങൾ നൽകുകയും ചെയ്തു. നീ എന്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരനാണ് എന്ന ദൈവത്തിന്റെ വാക്കുകൾ ലൂസിഫർ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ഞാൻ ഏറ്റവും സുന്ദരനാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഏറ്റവും ഉയർന്നവനായിക്കൂടാ എന്ന അപകടകരമായ ചിന്ത അവനിൽ ഉറച്ചു. ഈ മഹത്വത്തിന്റെ കൊടുമുടിയിലാണ് ലൂസിഫർ തന്റെ പതനത്തിന്റെ അടിത്തറ പാകിയത്. ലൂസിഫറിന്റെ പ്രതാപം വർദ്ധിച്ചപ്പോൾ അവൻ സ്വർഗത്തിൽ സ്വന്തമായി ഒരു പദവി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മറ്റു മാലാഖമാർക്കിടയിൽ തനിക്ക് പ്രത്യേക സ്ഥാനം ലഭിക്കാനായി അവൻ തന്ത്രപൂർവം പെരുമാറി. അവന്റെ ഓരോ ചലനവും രാജകീയമായിരുന്നു. ദൈവത്തോടുള്ള ആരാധനയേക്കാൾ സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടാൻ അവൻ ശ്രമിച്ചു. എങ്കിലും പുറമേ ലൂസിഫർ ഇപ്പോഴും വിനീതനായ ഒരു ദൂതനെപ്പോലെ അഭിനയിച്ചു. അവന്റെ ഈ ഇരട്ടമുഖം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൂതന്മാരുടെ ആരാധന ലൂസിഫറിനെ കൂടുതൽ അഹങ്കാരിയാക്കി. അവൻ തന്റെ ചുറ്റും ഒരു പ്രത്യേക വലയം സൃഷ്ടിച്ചു. ലൂസിഫറിന്റെ കണ്ണുകളിലെ പ്രകാശം പതുക്കെ ഒരു അധികാരഭാവമായി മാറിത്തുടങ്ങി. താൻ ദൈവത്തിന് താഴെ നിൽക്കേണ്ടവനല്ല, മറിച്ച് ദൈവത്തിന് തുല്യമായി നിൽക്കേണ്ടവനാണെന്ന ബോധം ലൂസിഫറിലെ അഹങ്കാരത്തെ ഉണർത്തി. തന്റെ ജ്ഞാനം കൊണ്ട് തനിക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവൻ സ്വപ്നം കണ്ടു.
ഈ കാലഘട്ടത്തിൽ സ്വർഗം അതിന്റെ പരമമായ ശാന്തിയിലായിരുന്നെങ്കിലും ലൂസിഫറിന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുണ്ടായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ മഹത്വം എന്നേക്കുമായി തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് അവൻ കരുതി. മറ്റു ദൂതന്മാർ തന്നെ വണങ്ങുന്നത് തന്റെ യോഗ്യത കൊണ്ടാണെന്ന് അവൻ ഉറപ്പിച്ചു. ലൂസിഫറിന്റെ ഈ അതിരുകടന്ന ആത്മവിശ്വാസമാണ് അവനെ ദൈവത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ പ്രേരിപ്പിച്ചത്. മഹത്വത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ താഴെയുള്ള അഗാധമായ താഴ്വര അവൻ കണ്ടില്ല. ലൂസിഫറിന്റെ പ്രഭാവം സ്വർഗത്തിലെ എല്ലാ അതിരുകളും ലംഘിച്ചു മുന്നേറി. സ്വർഗത്തിലെ കാവൽ മാലാഖമാർ മുതൽ സാധാരണ ദൂതന്മാർ വരെ ലൂസിഫറിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. അവന്റെ വാക്കുകൾ അവർക്ക് വേദവാക്യങ്ങളായി. ലൂസിഫർ പറയുന്നത് ശരിയായിരിക്കും എന്ന് പലരും ചിന്തിച്ചു തുടങ്ങി. തനിക്ക് ലഭിക്കുന്ന ഈ വലിയ പിന്തുണ ലൂസിഫറിനെ കൂടുതൽ ശക്തനാക്കി. അവൻ തന്റെ മനസ്സിനുള്ളിൽ ഒരു രഹസ്യ സാമ്രാജ്യം പടുത്തുയർത്തി. അവിടെ അവൻ തന്നെയായിരുന്നു ഏകരാജാവ്. തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ലൂസിഫർ അമിതമായി ചിന്തിച്ചു. അവന്റെ കിരീടത്തിലെ രത്നങ്ങൾ ദൈവത്തിന്റെ മഹത്വത്താൽ തിളങ്ങുന്നവയായിരുന്നു. പക്ഷേ ലൂസിഫർ കരുതിയത് അവ സ്വയം തിളങ്ങുന്നതാണെന്നാണ്. താനൊരു സൃഷ്ടിയാണെന്ന വിനയം അവനിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി. വെളിച്ചത്തിന്റെ വാഹകൻ എന്ന നിലയിൽ നിന്ന് വെളിച്ചത്തിന്റെ അധിപൻ എന്ന നിലയിലേക്ക് താൻ മാറണമെന്ന് അവൻ ഉറപ്പിച്ചു. ഈ ചിന്തയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് തിരികൊളുപ്പിയത്. മഹത്വത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ലൂസിഫറിന്റെ ഹൃദയത്തിൽ അഹങ്കാരമെന്ന വിഷം പതുക്കെ പടരാൻ തുടങ്ങി. സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ കണ്ണാടിയിലെന്ന പോലെ അവൻ സ്വന്തം പ്രഭാവത്തെ നോക്കി നിന്നു. മറ്റെല്ലാ ദൂതന്മാരും ദൈവത്തെ ആരാധിക്കുമ്പോൾ ലൂസിഫർ തന്റെ ഉള്ളിലെ സ്വന്തം പ്രതിരൂപത്തെയാണ് ആരാധിച്ചത്. ഞാൻ എന്തിനു മറ്റൊരുവന് കീഴിൽ നിൽക്കണം? എന്നിലെ പ്രകാശം അപാരമല്ലേ? എന്റെ ജ്ഞാനം അതിരുകളില്ലാത്തതല്ലേ? ഈ ചോദ്യങ്ങൾ അവന്റെ ആത്മാവിന്റെ സംഗീതത്തെ മാറ്റിമറിച്ചു. അഹങ്കാരം ഒരു പെട്ടെന്നുള്ള സ്ഫോടനമായിരുന്നില്ല, മറിച്ച് അതൊരു പുകയുന്ന കനലായിരുന്നു. ലൂസിഫർ തന്റെ ചുറ്റുമുള്ള മാലാഖമാരെ നിസ്സാരമായി കാണാൻ തുടങ്ങി. മിഖായേലിന്റെ വിശ്വസ്തതയും ഗബ്രിയേലിന്റെ വിനയവും അവന് ബലഹീനതകളായി തോന്നി. അവൻ തന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തെക്കാൾ ഉയർത്തിൽ പ്രതിഷ്ഠിക്കാൻ സ്വപ്നം കണ്ടു. സ്വർഗത്തിലെ പരിശുദ്ധമായ വെളിച്ചം അവന് മടുപ്പായി തോന്നിത്തുടങ്ങി. സ്വന്തമായൊരു സാമ്രാജ്യം, സ്വന്തം നിയമങ്ങൾ, ഇതായിരുന്നു അവന്റെ ലക്ഷ്യം. തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ലൂസിഫർ അമിതമായി ചിന്തിച്ചു. അവന്റെ കിരീടത്തിലെ രത്നങ്ങൾ ദൈവത്തിന്റെ മഹത്വത്താൽ തിളങ്ങുന്നവയായിരുന്നു. പക്ഷേ ലൂസിഫർ കരുതിയത് അവ സ്വയം തിളങ്ങുന്നതാണെന്നാണ്. താനൊരു സൃഷ്ടിയാണെന്ന വിനയം അവനിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി. വെളിച്ചത്തിന്റെ വാഹകൻ എന്ന നിലയിൽ നിന്ന് വെളിച്ചത്തിന്റെ അധിപൻ എന്ന നിലയിലേക്ക് താൻ മാറണമെന്ന് അവൻ ഉറപ്പിച്ചു. ഈ ചിന്തയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് തിരികൊളുത്തിയത്. അഹങ്കാരം വളർന്നതോടെ ലൂസിഫറിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മുമ്പത്തെ പോലെ തലകുനിച്ചില്ല. അവന്റെ പ്രാർത്ഥനകളിൽ നന്ദിയേക്കാൾ കൂടുതൽ അവകാശവാദങ്ങൾ നിറഞ്ഞു. സ്വർഗത്തിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്ന് അവൻ രഹസ്യമായി വിശ്വസിച്ചു. മറ്റു ദൂതന്മാർ ലൂസിഫറിലെ ഈ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അവന്റെ വാക്കുകളിൽ പഴയ സ്നേഹത്തിനു പകരം അധികാരത്തിന്റെ തണുപ്പ് പടർന്നു. ലൂസിഫർ തന്റെ അനുയായികളോട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ദൈവം നമ്മെ വെറുമൊരു സേവകരായിട്ടല്ലേ കാണുന്നത്? നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ അധികാരമില്ലേ? ഈ വിഷലിപ്തമായ ചോദ്യങ്ങൾ അവൻ മാലാഖമാരുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുത്തു. അഹങ്കാരം ലൂസിഫറിനെ അന്ധനാക്കിയിരുന്നു. ദൈവത്തിന്റെ സർവശക്തിയെക്കുറിച്ച് അവൻ അറിവുണ്ടായിരുന്നിട്ടും സ്വന്തം അഹന്ത അവനെ അത് അവഗണിക്കാൻ പ്രേരിപ്പിച്ചു. സ്രഷ്ടാവിനെ വെല്ലുവിളിക്കുക എന്നത് അസാധ്യമാണെന്നറിഞ്ഞിട്ടും ലൂസിഫർ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. തന്റെ തേജസ്സിൽ വിശ്വസിച്ച് അവൻ വലിയൊരു ചതിക്കുഴിയിലേക്ക് സ്വയം നടന്നു നീങ്ങുകയായിരുന്നു. സ്വർഗത്തിലെ വിശുദ്ധ സംഗീതത്തിനു മുകളിൽ ലൂസിഫറിന്റെ അഹങ്കാരത്തിന്റെ മുഴക്കം കേട്ടുതുടങ്ങി. അത് ശാശ്വതമായൊരു വേർപിരിയലിന്റെ നാന്ദിയായിരുന്നു. ലൂസിഫറിന്റെ ഉള്ളിലെ അഹങ്കാരം ഒരഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുത്തു. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിനു ചുറ്റുമുള്ള വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള വെളിച്ചം തന്നിൽ നിന്ന് പ്രവഹിക്കുന്നതാണെന്ന് അവൻ അവകാശപ്പെട്ടു. ഞാൻ ഉന്നതങ്ങളിൽ എന്റെ സിംഹാസനം സ്ഥാപിക്കും, ഞാൻ അത്യുന്നതനായവന് തുല്യനാകും എന്നവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഈ വാചകം പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പാപമായി രേഖപ്പെടുത്തപ്പെട്ടു. ലൂസിഫറിന്റെ ഈ ചിന്തകൾ അവന്റെ സൗന്ദര്യത്തെ ബാധിച്ചു തുടങ്ങി. അവന്റെ കണ്ണുകളിലെ സ്ഫടികതുല്യമായ തിളക്കം മാറി
അവിടെ നിഗൂഢമായ ഒരു കറുത്ത പ്രഭാവം പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും അവൻ ഇപ്പോഴും മനോഹരനായിരുന്നു. പക്ഷേ ആ സൗന്ദര്യം ഭയപ്പെടുത്തുന്ന ഒന്നായി മാറി. മറ്റു മാലാഖമാർ അവനെ സമീപിക്കാൻ മടിച്ചു. ലൂസിഫർ തന്റെ ഉള്ളിലെ മാറ്റങ്ങളെ ആസ്വദിച്ചു. ഭയത്തെ അവൻ ബഹുമാനമായി തെറ്റിദ്ധരിച്ചു. തന്റെ പദവി ലൂസിഫറിന് പോരാതെ വന്നു. സർവ്വചരാചരങ്ങളും തന്നെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. സ്വർഗ്ഗത്തിലെ ക്രമത്തിനു പകരം താൻ വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമം വരണമെന്ന് അവൻ വാദിച്ചു. അഹങ്കാരം അവനെ അത്രമേൽ കീഴടക്കിയിരുന്നു. വെളിച്ചത്തിന്റെ ദൂതൻ പതുക്കെ ഇരുട്ടിന്റെ ചിന്തകളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്നു. സ്വർഗ്ഗത്തിലെ സമാധാനം അവസാനിക്കാറായതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ലൂസിഫറിലെ ഈ അമിതമായ അഹംഭാവം. അഹങ്കാരത്തിന്റെ ഉന്നതിയിൽ ലൂസിഫർ ഒരു വലിയ തീരുമാനമെടുത്തു. ദൈവത്തിന്റെ ആജ്ഞകൾ ഇനി മുതൽ പാലിക്കില്ലെന്ന് അവൻ നിശ്ചയിച്ചു. തന്റെ സ്വാതന്ത്ര്യം താൻ തന്നെ നേടിയെടുക്കുമെന്ന് അവൻ പ്രഖ്യാപിച്ചു. ഈ അഹങ്കാരം കേവലം ഒരു ചിന്തയിൽ ഒതുങ്ങി നിന്നില്ല. അത് സ്വർഗ്ഗത്തിലെ മറ്റു ദൂതന്മാരെ സ്വാധീനിക്കാനുള്ള ഒരായുധമായി അവൻ മാറ്റി. ലൂസിഫറിന്റെ ഈ പുതിയ ഭാവം കണ്ട് സ്വർഗ്ഗം നടുങ്ങി. നിങ്ങൾ എന്തിന് അടിമകളെപ്പോലെ വണങ്ങുന്നു? നിങ്ങളിലെ ശക്തി തിരിച്ചറിയൂ എന്ന് ലൂസിഫർ ദൂതന്മാരോട് ആക്രോശിച്ചു. അഹങ്കാരം അവനെ തന്റെ സഹോദരങ്ങളിൽ നിന്ന് വേർപെടുത്തി. മിഖായേൽ അവനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ലൂസിഫർ അത് പുച്ഛിച്ചു തള്ളി. നീ വെറുമൊരു സേവകൻ മാത്രമാണ് മിഖായേൽ, ഞാനൊരു ചക്രവർത്തിയാകാൻ ജനിച്ചവനാണ് എന്ന ലൂസിഫറിന്റെ മറുപടി സ്വർഗ്ഗത്തെ ഞെട്ടിച്ചു. അഹങ്കാരം ഒരാത്മാവിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ലൂസിഫർ മാറി. പ്രകാശത്തിന്റെ പുത്രൻ തന്റെ അഹന്തയുടെ ഭാരത്താൽ താഴേക്ക് വഴുതി വീഴാൻ തുടങ്ങി. അവന്റെ ഉള്ളിലെ വിശുദ്ധമായ എല്ലാ ചിന്തകളും അഹങ്കാരത്തിന്റെ കറുത്ത തണലിൽ ഒളിഞ്ഞുനിന്നു. സ്വർഗ്ഗത്തിൽ ആരംഭിച്ച ഈ മാനസിക വിപ്ലവം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ലൂസിഫർ അറിഞ്ഞിരുന്നു. എങ്കിലും തന്റെ അഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അത് അവന്റെ സ്വത്വത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ലൂസിഫറിന്റെ ഉള്ളിൽ ജ്വലിച്ച അഹങ്കാരം വെറുമൊരു ചിന്തയായി മാത്രം ഒതുങ്ങിനിന്നില്ല. അത് സ്വർഗ്ഗത്തിന്റെ വിശുദ്ധമായ അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഗൂഢാലോചനയായി മാറി. സ്വർഗ്ഗത്തിലെ നീതിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ലൂസിഫർ വിഘടനവാദത്തിന്റെ വിത്തുകൾ പാകിത്തുടങ്ങി. അവൻ തന്റെ തേജസ്സും വാഗ്ചാതുരിയും ഉപയോഗിച്ച് മറ്റു ദൂതന്മാരെ സ്വാധീനിക്കാൻ തീരുമാനിച്ചു. നേരിട്ടുള്ള ഒരു കലഹത്തിനു മുതിരുന്നതിനു മുൻപ് ദൈവത്തിന്റെ ഭരണത്തിനെതിരെ ഒരു ജനവികാരം സൃഷ്ടിക്കുക എന്നതായിരുന്നു തന്ത്രം. ലൂസിഫർ സ്വർഗ്ഗത്തിന്റെ അതിർത്തികളിൽ അധിവസിക്കുന്ന ദൂതന്മാരുടെ അടുത്തേക്ക് നിരന്തരം യാത്രകൾ നടത്തി. അവിടെ അവൻ ദൈവത്തിന്റെ നിയമങ്ങളെ അധിക്ഷേൽപ്പിക്കപ്പെട്ട നിയന്ത്രണങ്ങൾ എന്നു വിശേഷിപ്പിച്ചു. നിങ്ങൾ എന്തിന് അടിമകളെപ്പോലെ വണങ്ങുന്നു? നിങ്ങളിലെ ശക്തി തിരിച്ചറിയൂ എന്ന് ലൂസിഫർ ദൂതന്മാരോട് ആക്രോശിച്ചു. ലൂസിഫറിന്റെ വാക്കുകൾക്ക് തേൻ പുരട്ടിയ വിഷത്തിന്റെ ഗുണമുണ്ടായിരുന്നു. പല മാലാഖമാരും അവന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി. കാരണം സ്വർഗ്ഗത്തിലെ ഏറ്റവും ജ്ഞാനിയായ ദൂതൻ അസത്യം പറയില്ലെന്ന് അവർ വിശ്വസിച്ചു. ഈ രഹസ്യയോഗങ്ങൾ സ്വർഗ്ഗത്തിലെ പ്രകാശപൂർണമായ താഴ്വരകളിൽ വെച്ചാണ് നടന്നത്. ലൂസിഫർ തന്റെ അനുയായികൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി. തന്റെ പുതിയ സാമ്രാജ്യത്തിൽ എല്ലാവർക്കും തുല്യ അധികാരമുണ്ടാകുമെന്നും ആർക്കും ആരെയും വണങ്ങേണ്ടി വരില്ലെന്നും അവൻ പ്രഖ്യാപിച്ചു. ലൂസിഫറിന്റെ ഉള്ളിൽ ജ്വലിച്ച അഹങ്കാരം വെറുമൊരു ചിന്തയായി മാത്രം ഒതുങ്ങി നിന്നില്ല. അത് സ്വർഗ്ഗത്തിന്റെ വിശുദ്ധമായ അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഗൂഢാലോചനയായി മാറി. ലൂസിഫറിന്റെ സ്വാധീനം വർദ്ധിച്ചതോടെ സ്വർഗ്ഗം രണ്ട് ചേരികളായി തിരിഞ്ഞു തുടങ്ങുകയായിരുന്നു. ഒരു വശത്ത് ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ ഉറച്ചുനിന്ന മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷം ദൂതന്മാർ, മറുവശത്ത് ലൂസിഫറിന്റെ വിപ്ലവകരമായ ചിന്തകളിൽ മയങ്ങിയ ഒരു വിഭാഗം. ലൂസിഫർ തന്റെ അനുയായികളെ പതുക്കെ ഒരു സൈന്യമാക്കി മാറ്റാൻ തുടങ്ങി. അവൻ അവരെ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികൾ എന്ന് വിളിച്ചു. ഓരോ ദൂതന്റെയും ഉള്ളിലെ ചെറിയ സംശയങ്ങളെ അവൻ വലിയ അഗ്നിയായി ആളിക്കത്തിച്ചു. സ്വർഗ്ഗത്തിലെ സംഗീതം അതിന്റെ താളം തെറ്റിത്തുടങ്ങി. മുമ്പ് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം ഉയർന്ന ശബ്ദങ്ങൾ ഇപ്പോൾ ലൂസിഫറിന്റെ പുകഴ്ത്തലുകളായി മാറി. ലൂസിഫർ തന്റെ രൂപം മാറ്റാൻ തുടങ്ങി. അവന്റെ സൗന്ദര്യത്തിൽ ഒരു വന്യത കലർന്നു.
അവൻ തന്റെ ചിറകുകൾ വീശുമ്പോൾ മുമ്പുണ്ടായിരുന്ന ശാന്തതയ്ക്ക് പകരം ഒരു കാറ്റിന്റെ ഗർജനമാണ് കേട്ടിരുന്നത്. അവൻ തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്ക് ആകാശത്തിന്റെ അധിപനാകാൻ കഴിയും, ദൈവത്തിന്റെ സിംഹാസനം നമുക്ക് പിടിച്ചെടുക്കാം. മിഖായേൽ പലതവണ ലൂസിഫറിനെ താക്കീത് ചെയ്യാൻ ശ്രമിച്ചു. സഹോദരാ, നീ വഴിതെറ്റുകയാണ്, നിന്റെ അഹങ്കാരം നിന്നെ നശിപ്പിക്കും എന്ന് മിഖായേൽ കണ്ണീരോടെ അപേക്ഷിച്ചു. എന്നാൽ ലൂസിഫർ അവനെ പരിഹസിക്കുകയാണുണ്ടായത്. നീ വെറുമൊരു ഭീരുവാണ് മിഖായേൽ, നീ നിന്റെ അടിമത്വത്തെ ഭക്തിയെന്ന് വിളിക്കുന്നു, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ വിപ്ലവം എന്ന് വിളിക്കുന്നു എന്നായിരുന്നു ലൂസിഫറിൻ്റെ മറുപടി. ഈ സംഭാഷണം സ്വർഗത്തിലെ ആത്മീയമായ വിള്ളൽ എത്ര വലുതാണെന്ന് തെളിയിച്ചു. ഇനിയൊരു തിരിച്ചുപോക്ക് അസാധ്യമാണെന്നെല്ലാവർക്കും മനസ്സിലായി. ലൂസിഫർ തന്റെ വിപ്ലവത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവൻ സ്വർഗത്തിലെ രത്നഗിരികളിൽ വച്ച് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. താൻ ദൈവത്തിന് തുല്യനാണെന്നും തനിക്ക് ആരാധന ലഭിക്കാൻ അർഹതയുണ്ടെന്നും അവൻ പരസ്യമായി പറഞ്ഞു. ഈ പ്രഖ്യാപനം സ്വർഗത്തിലെ സകല ചരാചരങ്ങളെയും ഞെട്ടിച്ചു. ദൈവനിന്ദയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സ്വർഗത്തിലെ പ്രകാശം ഒന്നു മങ്ങി, നക്ഷത്രങ്ങൾ വിറച്ചു. എന്നാൽ ലൂസിഫർ ഒട്ടും കുലുങ്ങിയില്ല. അവന്റെ കൂടെയുണ്ടായിരുന്ന ദൂതന്മാർ ആവേശത്തോടെ അലറി വിളിച്ചു. ലൂസിഫർ തന്റെ സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു. സ്വർഗത്തിലെ വിശുദ്ധ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവർ വാളുകളും പരിചകളും നിർമ്മിച്ചു. പ്രകാശത്തിന്റെ ലോകത്ത് ആദ്യമായി യുദ്ധത്തിന്റെ കറുത്ത നിഴൽ വീണു. ലൂസിഫർ ഓരോ ദൂതന്റെയും കണ്ണുകളിലേക്ക് നോക്കി തന്റെ അധികാരമുറപ്പിച്ചു. അവനവരിൽ ഭയവും ആവേശവും ഒരുപോലെ നിറച്ചു. നമ്മുടെ വിജയത്തിനു ശേഷം സ്വർഗത്തിന്റെ അധികാരം നമ്മുടേതാകും, ദൈവത്തിന്റെ സിംഹാസനം എന്റെ കാൽക്കലാകും, അവൻ വീരവാദം മുഴക്കി. ഈ സമയമെല്ലാം ദൈവം ലൂസിഫറിന് പശ്ചാത്തപിക്കാൻ അവസരം നൽകിയിരുന്നു. എന്നാൽ ലൂസിഫർ കരുതിയത് ദൈവത്തിന് തന്നെ തടയാൻ കഴിയില്ലെന്നാണ്. തന്റെ ജ്ഞാനവും ശക്തിയും ദൈവത്തിനേക്കാൾ വലുതാണെന്ന് അവൻ വിശ്വസിച്ചു. അഹങ്കാരം ഒരു മൂടുപടൽ പോലെ അവന്റെ വിവേകത്തെ മറച്ചു. സ്വർഗത്തിലെ അന്തരീക്ഷം വല്ലാതെ ഭാരപ്പെട്ടു. പക്ഷികളും മൃഗങ്ങളും പോലും നിശബ്ദരായി. വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ സൂചനകൾ പ്രപഞ്ചത്തിന്റെ ഓരോ കോണിലും പ്രകടമായിരുന്നു. കലാപത്തിന്റെ വിത്തുകൾ മുളച്ച് വലിയ മരങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം ആ നിമിഷമെത്തി. ലൂസിഫർ തന്റെ സൈന്യത്തെ അണിനിരത്തി ദൈവത്തിന്റെ സിംഹാസനത്തിനു നേരെ നീങ്ങി. സ്വർഗത്തിലെ 1/3 ദൂതന്മാർ ലൂസിഫറിനൊപ്പം ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. കോടിക്കണക്കിന് വരുന്ന ആ സൈന്യം സ്വർഗത്തിന്റെ വീഥികളിലൂടെ നീങ്ങിയപ്പോൾ വെളിച്ചം ഇരുളിലേക്ക് വഴിമാറി. ലൂസിഫർ തന്റെ സൈന്യത്തിന്റെ മുൻപിൽ പ്രഭ ചൊരിഞ്ഞു നിന്നു. അവന്റെ കയ്യിൽ ഒരു ജ്വലിക്കുന്ന വാളുണ്ടായിരുന്നു. അവൻ തന്റെ അനുയായികൾക്ക് അവസാനവട്ടം ആവേശം പകർന്നു. ഇന്ന് ചരിത്രം മാറും. ഇന്ന് നാം അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കും. നമ്മുടെ പ്രകാശം ദൈവത്തിന്റെ പ്രകാശത്തെ മറികടക്കും. ലൂസിഫറിന്റെ ശബ്ദം സ്വർഗത്തിന്റെ അതിരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാവൽ നിന്നിരുന്ന മാലാഖമാർ ഈ കാഴ്ച കണ്ട് സ്തബ്ധരായി. സ്വർഗത്തിലെ സമാധാനം എന്നേക്കുമായി അവസാനിച്ച നിമിഷമായിരുന്നു അത്. ഒരു വലിയ വിഭജനം പൂർത്തിയായി. സ്നേഹത്തിന്റെ സ്ഥാനത്ത് പകയും ഭക്തിയുടെ സ്ഥാനത്ത് അഹങ്കാരവും പ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള സ്വർഗീയ സൈന്യം അണിനിരന്നു. ഇരു സൈന്യങ്ങളും നേർക്കുനേർ നിന്നു. ലൂസിഫർ മിഖായേലിനെ പുച്ഛത്തോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ വെളിച്ചമില്ലായിരുന്നു, പകരം കത്തുന്ന തീയായിരുന്നു. സ്വർഗത്തിലെ വലിയ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. പ്രകാശത്തിന്റെ പുത്രൻ തന്റെ പിതാവിനും സൃഷ്ടാവിനുമെതിരെ വാളോങ്ങി നിൽക്കുന്ന ആ ചിത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. സ്വർഗത്തിന്റെ ചരിത്രത്തിൽ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഭയാനകമായ കാഹളം മുഴങ്ങി. അത് വിനാശത്തിന്റെ ശബ്ദമായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ സിംഹാസനത്തിനഭിമുഖമായി ലക്ഷക്കണക്കിനു വരുന്ന വിമതദൂതന്മാരെ നയിച്ചുകൊണ്ട് ലൂസിഫർ അണിനിരന്നു. സ്വർഗത്തിന്റെ നീലാകാശങ്ങൾ രക്തവർണമായി മാറിത്തുടങ്ങി. സമാധാനത്തിന്റെ ഗീതങ്ങൾ പാടിയിരുന്ന ദൂതന്മാരുടെ കൈകളിൽ ഇപ്പോൾ ജ്വലിക്കുന്ന വാളുകളും പടച്ചട്ടകളും തിളങ്ങി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ സംഘർഷത്തിന് സ്വർഗം വേദിയാകാൻ പോകുകയായിരുന്നു. ലൂസിഫർ തന്റെ സൈന്യത്തിന്റെ മുൻനിരയിൽ ജ്വലിച്ചു നിന്നു. അവന്റെ രൂപം മുമ്പത്തേക്കാൾ ഭീമാകാരമായി തോന്നി.
അഹങ്കാരം അവന്റെ മുഖത്തെ സൗമ്യതയെ പൂർണ്ണമായും തുടച്ചുമാറ്റിയിരുന്നു. മുന്നോട്ട്, അധികാരം പിടിച്ചെടുക്കുക. അവന്റെ ആജ്ഞ സ്വർഗത്തിന്റെ അതിരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ലൂസിഫറിന്റെ സൈന്യം ഒരു കറുത്ത മേഘം പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കുതിച്ചു. പ്രകാശത്തിന്റെ ലോകത്ത് ആദ്യമായി ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മുഴങ്ങി. സ്വർഗത്തിലെ നക്ഷത്രങ്ങൾ ഈ കാഴ്ച കണ്ട് ഭയന്നു വിറച്ചു. ദൈവത്തിന്റെ പക്ഷത്ത് മിഖായേൽ തന്റെ സൈന്യത്തെ നയിച്ചു. മിഖായേലിന്റെ കയ്യിൽ ദൈവത്തിന്റെ നീതിയുടെ വാളുണ്ടായിരുന്നു. ദൈവത്തെപ്പോലെ ആരുള്ള്? ക്വിസ് ഉത് ദെയുസ് എന്ന യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് മിഖായേൽ ലൂസിഫറിനെ നേരിട്ടു. സ്വർഗത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യുദ്ധം പടർന്നു. ഇത് കേവലം ശാരീരികമായ ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് പരമമായ സത്യവും അഹങ്കാരവും തമ്മിലുള്ള ആത്മീയ പോരാട്ടമായിരുന്നു. പ്രകാശത്തിന്റെ കിരണങ്ങൾ വാളുകളായി മാറി പരസ്പരം വെട്ടിപ്പിളർന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ സ്വർഗത്തിലെ താഴ്വരകൾ പ്രകാശത്തിന്റെ കഷ്ണങ്ങളാൽ നിറഞ്ഞു. ഓരോ ദൂതനും തന്റെ പൂർണ്ണ ശക്തിയോടെ പോരാടി. ലൂസിഫർ ഒരു യുദ്ധവീരനെപ്പോലെ മിഖായേലിന്റെ സൈന്യത്തെ തകർത്തു മുന്നേറി. അവന്റെ ഓരോ വെട്ടും സ്വർഗത്തിന്റെ അന്തരീക്ഷത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. ലൂസിഫറിന്റെ കണ്ണുകളിൽ തന്റെ വിജയത്തെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവൻ കരുതിയത് തന്റെ ജ്ഞാനവും തന്ത്രങ്ങളും ഉപയോഗിച്ച് ദൈവത്തിന്റെ സാമ്രാജ്യം കീഴടക്കാമെന്നാണ്. എന്നാൽ മിഖായേലിന്റെ സൈന്യം ദൈവത്തിന്റെ ശക്തിയാൽ ബലപ്പെട്ടവരായിരുന്നു. അവർ ലൂസിഫറിന്റെ സൈന്യത്തെ പ്രതിരോധിച്ചു. സ്വർഗത്തിലെ ആകാശങ്ങളിൽ മാലാഖമാർ തമ്മിൽ കോർത്തപ്പോഴുണ്ടായ ഊർജപ്രവാഹം പ്രപഞ്ചത്തിന്റെ മറ്റു കോണുകളിലും പ്രതിഫലിച്ചു. ലൂസിഫറിന്റെ അനുയായികളായ ദൂതന്മാർ പതുക്കെ തളരാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രകാശത്തിനു മുന്നിൽ തങ്ങളുടെ അഹങ്കാരം ഉരുകിപ്പോകുന്നത് അവർ തിരിച്ചറിഞ്ഞു. എങ്കിലും ലൂസിഫറിന്റെ സ്വാധീന വലയത്തിലകപ്പെട്ട അവർ പിന്തിരിയാൻ തയ്യാറായില്ല. ലൂസിഫർ തന്റെ സൈന്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഭയപ്പെടരുത്, നമ്മൾ പുതിയ ലോകത്തിന്റെ സ്രഷ്ടാക്കളാകാൻ പോകുന്നു, അവൻ അലറി. പക്ഷേ യുദ്ധഭൂമിയിൽ ലൂസിഫർ കണ്ടത് മറ്റൊരു ദൃശ്യമായിരുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ശക്തിയേക്കാൾ വലുതല്ല അഹങ്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന കരുത്ത് എന്ന് അവൻ മനസ്സിലാക്കാൻ വിസമ്മതിച്ചു. സ്വർഗത്തിലെ സുഗന്ധം മാറി അവിടെ യുദ്ധത്തിന്റെ പുക പടർന്നു. പ്രകാശത്തിന്റെ ലോകം മുമ്പൊരിക്കലും കാണാത്ത ഇരുണ്ട നിഴലുകളാൽ നിറഞ്ഞു. അവസാനം പ്രപഞ്ചം കാത്തിരുന്ന ആ നിമിഷമെത്തി. യുദ്ധത്തിന്റെ നടുവിൽ വെച്ച് ലൂസിഫറും മിഖായേലും നേർക്കുനേർ നിന്നു. ഒരിക്കൽ ഉറ്റ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിരുന്നവർ ഇന്ന് ശത്രുക്കളായി. ലൂസിഫറിന്റെ മുഖത്ത് പരിഹാസമായിരുന്നു. മിഖായേൽ, നീ ഇപ്പോഴും ആ സിംഹാസനത്തിന്റെ അടിമയായി തുടരുന്നു. എനിക്കു വഴങ്ങുക, ഞാൻ നിനക്ക് എന്റെ സാമ്രാജ്യത്തിൽ അധികാരം നൽകാം, ലൂസിഫർ പറഞ്ഞു. മിഖായേലിന്റെ കണ്ണുകളിൽ സങ്കടമായിരുന്നു. ലൂസിഫർ, നീ നിന്റെ സ്വന്തം പ്രകാശത്തെ ഇരുട്ടാക്കി മാറ്റി. പശ്ചാത്തപിക്കുക, ഇനിയും സമയമുണ്ട്, മിഖായേൽ മറുപടി നൽകി. എന്നാൽ ലൂസിഫർ പശ്ചാത്തപിക്കാൻ തയ്യാറായില്ല. അവൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് മിഖായേലിനെ ആക്രമിച്ചു. അവർ തമ്മിലുള്ള പോരാട്ടം സ്വർഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒന്നായിരുന്നു. ലൂസിഫറിന്റെ വാൾ മിഖായേലിന്റെ പരിചയിൽ തട്ടി അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. ഓരോ പ്രഹരത്തിലും സ്വർഗത്തിലെ മണ്ണിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ലൂസിഫർ തന്റെ സർവ്വ മാന്ത്രിക ശക്തികളും യുദ്ധതന്ത്രങ്ങളും പ്രയോഗിച്ചു. പക്ഷേ മിഖായേലിന് പിന്നിൽ ദൈവത്തിന്റെ അനന്തമായ ശക്തിയുണ്ടായിരുന്നു. ലൂസിഫർ പതുക്കെ ബലഹീനനായി തുടങ്ങി. അവന്റെ ചിറകുകളിലെ പ്രകാശം മങ്ങാൻ തുടങ്ങി. തന്റെ പതനമടുത്തുവരുന്നത് അവൻ അറിഞ്ഞു. പക്ഷേ അഹങ്കാരം അവനെ കീഴടങ്ങാൻ അനുവദിച്ചില്ല. ഞാൻ തോൽക്കുകയില്ല, ഞാൻ സർവാധിപതിയാകും എന്നവൻ വീണ്ടും വീണ്ടും അലറി. എന്നാൽ മിഖായേലിന്റെ വാൾ ലൂസിഫറിന്റെ ഹൃദയത്തിനു നേരെ തിരിഞ്ഞു. ആ നിമിഷം സ്വർഗം മുഴുവൻ നിശബ്ദമായി. സ്രഷ്ടാവിനെ വെല്ലുവിളിച്ചവന്റെ അന്ത്യം വരാറായി എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി മിഖായേലിലൂടെ പൂർണ്ണമായി വെളിപ്പെട്ടു. മിഖായേൽ ലൂസിഫറിനെ സ്വർഗത്തിന്റെ ഉന്നതിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ലൂസിഫറിന്റെ സൈന്യം ചിതറിയോടി. അവർക്ക് തങ്ങളുടെ നേതാവിന്റെ പതനം വിശ്വസിക്കാനായില്ല. ലൂസിഫറിന്റെ കിരീടം തെറിച്ചു വീണു. അവന്റെ ചിറകുകൾ കരിഞ്ഞുപോയി. സ്വർഗത്തിലെ പ്രകാശം അവനെ പുറന്തള്ളാൻ തുടങ്ങി.
അത് വെറുമൊരു തോൽവിയായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളിൽ നിന്നുമുള്ള ശാശ്വതമായ വേർപിരിയലായിരുന്നു. ലൂസിഫറും അവന്റെ അനുയായികളും സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് അഗാധമായ ഇരുട്ടിലേക്ക് വീഴാൻ തുടങ്ങി. ആ വീഴ്ച എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് വാക്കുകൾക്ക് വിവരിക്കാനാവില്ല. ഒരു നക്ഷത്രം ആകാശത്തുനിന്നു വീഴുന്നതുപോലെ വെളിച്ചത്തിന്റെ വാഹകൻ ഇരുട്ടിന്റെ ഗർത്തത്തിലേക്ക് പതിച്ചു. സ്വർഗത്തിലെ മാലാഖമാർ കണ്ണീരോടെ ആ കാഴ്ച നോക്കി നിന്നു. യുദ്ധം അവസാനിച്ചു, പക്ഷേ സ്വർഗത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു വിള്ളൽ സംഭവിച്ചു. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. സ്വർഗത്തിൽ വീണ്ടും സമാധാനം സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും ലൂസിഫറില്ലാത്ത സ്വർഗം പഴയതുപോലെ ആയിരുന്നില്ല. യുദ്ധത്തിന്റെ മുറിവുകൾ സ്വർഗത്തിന്റെ ആത്മാവിൽ അവശേഷിച്ചു. താഴേക്ക് വീഴുമ്പോഴും ലൂസിഫറിന്റെ ഉള്ളിൽ പശ്ചാത്താപമുണ്ടായിരുന്നില്ല, പകരം കത്തുന്ന പകയായിരുന്നു. സ്വർഗത്തിൽ സേവകനാകുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ ഭരിക്കുന്നത് തന്നെയാണ് എന്ന അവസാന ചിന്തയോടെ അവൻ അഗാധമായ ഇരുട്ടിലേക്ക് മറഞ്ഞു. സ്വർഗത്തിലെ മഹായുദ്ധം അവസാനിച്ചു, പക്ഷേ ഒരു പുതിയ ശത്രുവിന്റെ ഉദയം അവിടെ സംഭവിക്കുകയായിരുന്നു. സ്വർഗത്തിന്റെ അതിരുകളിൽ നിന്ന് ലൂസിഫർ പുറന്തള്ളപ്പെട്ട ആ നിമിഷം പ്രപഞ്ചം മുഴുവൻ നടുങ്ങിപ്പോയി. അത് കേവലം ഒരു യുദ്ധത്തിലെ തോൽവിയായിരുന്നില്ല, പ്രകാശത്തിന്റെ ഉറവിടത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർപിരിയലായിരുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിനു മുൻപിൽ നിന്ന്, വിശുദ്ധമായ പ്രകാശത്തിന്റെ താഴ്വരകളിൽ നിന്ന് ലൂസിഫർ അഗാധമായ ശൂന്യതയിലേക്ക് വീഴാൻ തുടങ്ങി. ആ വീഴ്ച 9 പകലും 9 രാത്രിയും നീണ്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. താനൊരിക്കൽ വാണിരുന്ന ഉന്നതങ്ങളിൽ നിന്ന്, താൻ പ്രകാശം വിതറിയ നക്ഷത്രമണ്ഡലങ്ങൾ കടന്ന് അവൻ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ലൂസിഫറിന്റെ ചിറകുകൾ ഒരിക്കൽ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നവ ഇപ്പോൾ കരിഞ്ഞുണങ്ങിത്തുടങ്ങി. സ്വർഗത്തിലെ പരിശുദ്ധമായ വായു അവനെ പുറന്തള്ളുകയായിരുന്നു. ലൂസിഫറിനൊപ്പം വീഴുകൊണ്ടിരുന്ന ദശലക്ഷക്കണക്കിന് വിമതദൂതന്മാരുടെ നിലവിളികൾ ശൂന്യതയിൽ പ്രതിധ്വനിച്ചു. സ്വർഗത്തിന്റെ പ്രകാശപൂർണമായ കവാടങ്ങൾ പതുക്കെ ഒരു ചെറിയ ബിന്ദുവായി മാറുന്നത് ലൂസിഫർ കണ്ടു. അവന്റെ ഉള്ളിലെ ഭയത്തെ അപ്പോഴും മറികടന്നു നിന്നത് കത്തുന്ന പകയായിരുന്നു. തന്റെ പതനം അവൻ ദൈവത്തിന്റെ അനീതിയായിട്ടാണ് കണ്ടത്, സ്വന്തം അഹങ്കാരത്തിന്റെ ഫലമായിട്ടല്ല. ഈ വീഴ്ചയ്ക്കിടയിൽ ലൂസിഫറിന്റെ മനസ്സിലൂടെ തന്റെ കഴിഞ്ഞകാലം ഒരു മിന്നൽ പോലെ കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്ന കാലം, സ്വർഗത്തിലെ ദൂതന്മാർ തന്നെ ആരാധനയോടെ നോക്കിനിന്ന നിമിഷങ്ങൾ എല്ലാം ഇപ്പോൾ വെറുമൊരു ഓർമ്മ മാത്രമായി മാറുന്നു. പ്രകാശത്തിന്റെ പുത്രൻ ഇപ്പോൾ അന്ധകാരത്തിന്റെ വേഗത്തിൽ താഴേക്ക് കുതിക്കുകയാണ്. അവന്റെ ചുറ്റുമുള്ള അന്തരീക്ഷം തണുത്തുറഞ്ഞതായും അസ്വസ്ഥമാക്കുന്നതായും മാറി. സ്രഷ്ടാവിൽ നിന്നുള്ള ഓരോ ഇഞ്ച് ദൂരവും അവന്റെ ആത്മാവിൽ നിസ്സഹായതയുടെ വേദന നിറച്ചു. എങ്കിലും അവൻ തലകുനിക്കാൻ തയ്യാറായിരുന്നില്ല. താഴേക്ക് പതിക്കുന്തോറും ലൂസിഫറിന്റെ തേജസ് അവനിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയി. അവന്റെ വസ്ത്രങ്ങളിലെ രത്നങ്ങൾ ചിതറിത്തെറിച്ചു. അവന്റെ കിരീടം ശൂന്യതയിൽ അലിഞ്ഞുചേർന്നു. ലൂസിഫറിന്റെ സൗന്ദര്യം ഒരു ശാപം പോലെ അവനിൽ നിന്ന് അടർന്നുമാറി. പ്രകാശത്തിന്റെ വാഹകൻ, ലൈറ്റ് ബെയറർ എന്ന പേരിന് അവൻ അയോഗ്യനായി മാറി. ഓരോ നിമിഷവും അവന്റെ ഉള്ളിലെ ദിവ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്തൊരിടം എത്രമാത്രം ഭീകരമാണെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അവന്റെ കൂടെയുള്ള ദൂതന്മാർ നക്ഷത്രങ്ങൾ ആകാശത്തുനിന്നും കൊഴിഞ്ഞു വീഴുന്നതുപോലെ ഇരുളിലേക്ക് പതിച്ചു. അവർ ലൂസിഫറെ നോക്കി നിലവിളിച്ചു. പക്ഷേ ആരെയും സഹായിക്കാൻ കഴിയാത്ത വിധം ലൂസിഫർ തന്നെ തകർന്നുപോയിരുന്നു. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അവനെതിരെ തിരിഞ്ഞു. ഗുരുത്വാകർഷണമല്ല, മറിച്ച് പാപത്തിന്റെ ഭാരമാണ് അവനെ താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ കരുണയുടെ സ്പർശമില്ലാത്തൊരു ലോകത്തേക്ക് അവൻ പതുക്കെ പ്രവേശിക്കുകയായിരുന്നു. ആ ലോകം ശൂന്യവും ഭയാനകവും നിശബ്ദവുമായിരുന്നു. വീഴ്ചയുടെ വേഗത വർദ്ധിക്കുന്തോറും ലൂസിഫറിന്റെ ഉള്ളിലെ മാലാഖ മരിച്ചു തുടങ്ങി. ആ സ്ഥാനത്ത് ഒരു രാക്ഷസീയമായ ഭാവം ഉടലെടുത്തു. സ്നേഹത്തിന്റെ അവസാന തരിയും അസൂയയ്ക്കും ദേഷ്യത്തിനും വഴിമാറി. തനിക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിനു പകരം തന്റേതായൊരു സാമ്രാജ്യം അവൻ ഭാവനയിൽ കണ്ടു. അത് ദൈവത്തിനെതിരായ, പ്രകാശത്തിനെതിരായ ഒരു സാമ്രാജ്യമായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. വീഴ്ച അവസാനിക്കാറായപ്പോൾ അവൻ കാണുന്നത് താഴെ കാത്തിരിക്കുന്ന അന്ധകാരത്തിന്റെ അഗാധമായ ഗർത്തമാണ്. അവസാനം ഭയങ്കരമായൊരു ശബ്ദത്തോടെ ലൂസിഫറും അവന്റെ അനുയായികളും അഗാധതയിൽ പതിച്ചു.
അത് സ്വർഗത്തിനു നേരെ വിപരീതമായൊരിടമായിരുന്നു. അവിടെ സൂര്യനോ ചന്ദ്രനോ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ളത് പ്രകാശിക്കാത്ത തീജ്വാലകളും എന്നെന്നും നിലനിൽക്കുന്ന ഇരുട്ടുമായിരുന്നു. അഗാധതയുടെ ആഴങ്ങളിൽ ലൂസിഫർ വീണുകിടന്നു. അവന്റെ സർവ്വശക്തിയും ചോർന്നുപോയിരുന്നു. വളരെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. താൻ എത്തിപ്പെട്ടത് ഒരു അഗ്നിഗർത്തത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ലൂസിഫർ പതുക്കെ എഴുന്നേറ്റു നിന്നു. അവന്റെ ഉടഞ്ഞ ചിറകുകൾ ഇപ്പോൾ ഒരു വവ്വാലിന്റെ ചിറകുകൾ പോലെ കറുത്തതും വിരൂപവുമായി മാറി. അവന്റെ കണ്ണുകളിൽ നിന്ന് ദൈവത്തിന്റെ ശാന്തമായ വെളിച്ചം പോയി മറഞ്ഞു. പകരം അവിടെ നരകീയമായ ചുവന്ന പ്രകാശം തെളിഞ്ഞു. അവൻ ചുറ്റും വീണുകിടക്കുന്ന ദൂതന്മാരെ നോക്കി. അവരിപ്പോൾ മാലാഖമാരല്ല, മറിച്ച് വിരൂപരായ പിശാചുക്കളായി മാറിത്തുടങ്ങിയിരുന്നു. ലൂസിഫർ തന്റെ പുതിയ രൂപം കണ്ട് ഞെട്ടിയില്ല, മറിച്ച് അത് തന്റെ പുതിയ പോരാട്ടത്തിന്റെ അടയാളമായി അവൻ സ്വീകരിച്ചു. നരകത്തിന്റെ ആദ്യ ശിലകൾ ലൂസിഫറിന്റെ പതനത്തോടെ അവിടെ രൂപപ്പെട്ടു. അവൻ തന്റെ ചുറ്റുമുള്ള കരിങ്കല്ലുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം പ്രപഞ്ചത്തിന്റെ അടിത്തട്ടിൽ ഭീതി പടർത്തി. ദൈവമെന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, പക്ഷേ ഇവിടം എന്റെ സ്വന്തമാണ്, അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു. ലൂസിഫർ എന്ന മാലാഖയുടെ മരണം അവിടെ പൂർത്തിയായി. പതനത്തിന്റെ ആഘാതം അവനെ എന്നേക്കുമായി മാറ്റിമറിച്ചു. വിശുദ്ധിക്ക് പകരം വഞ്ചനയും ആരാധനയ്ക്ക് പകരം നിഷേധവും അവന്റെ പുതിയ സ്വഭാവമായി മാറി. പതനത്തിനു ശേഷമുള്ള ആദ്യ നിമിഷങ്ങളിൽ ലൂസിഫർ ഒരു പുതിയ സത്യം മനസ്സിലാക്കി. സ്വർഗത്തിലെ ദാസനാകുന്നതിനേക്കാൾ നരകത്തിലെ രാജാവാകുന്നതാണ് തനിക്കനുയോജ്യമെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. ഇതവന്റെ അഹങ്കാരത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. തന്റെ ചുറ്റും കൂടി നിന്ന അദനം സംഭവിച്ച മാലാഖമാരോട് അവൻ സംസാരിച്ചു. നമ്മൾ തോറ്റു എന്ന് കരുതരുത്. നമ്മൾ പുതിയൊരു ലോകം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങളുണ്ടാക്കാം. അവന്റെ വാക്കുകൾ ആ ഇരുണ്ട ഗുഹകളിൽ പ്രതിധ്വനിച്ചു. ലൂസിഫറിന്റെ പതനം സ്വർഗത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചുവെങ്കിലും ഭൂമിയിലും മറ്റു പ്രപഞ്ചഭാഗങ്ങളിലും അത് പുതിയൊരു വിപത്തിന്റെ തുടക്കമായി. ദൈവത്തിൽ നിന്നുള്ള അകലം ലൂസിഫറിനെ ഒരു ഭീകരജീവിയാക്കി മാറ്റി. അവൻ തന്റെ വേദനയെ പകയാക്കി മാറ്റി. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കുക എന്നതായിരിക്കും തന്റെ അടുത്ത ലക്ഷ്യമെന്ന് അവൻ രഹസ്യമായി തീരുമാനിച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്തായ ഒരു രാജാവിന്റെ പ്രതികാരബുദ്ധി നരകത്തിന്റെ തീജ്വാലകളേക്കാൾ ചൂടുള്ളതായിരുന്നു. പതനത്തിന്റെ ഈ അധ്യായം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. എത്ര ഉന്നതനായാലും അഹങ്കാരം ഒരുവനെ അഗാധതയിലേക്ക് തള്ളിയിടുമെന്ന് ലൂസിഫറിന്റെ ജീവിതം തെളിയിച്ചു. പ്രകാശത്തിന്റെ പുത്രൻ ഇപ്പോൾ ഇരുട്ടിന്റെ അധിപനായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. ലൂസിഫർ എന്ന നാമത്തിനു പകരം സാത്താൻ എന്ന പേര് പ്രപഞ്ചത്തിന്റെ ഇരുണ്ട താളുകളിൽ എഴുതപ്പെട്ടു. അഗാധമായ ഗർത്തത്തിന്റെ അടിത്തട്ടിൽ കരിഞ്ഞ ചിറകുകളും തകർന്ന മനസ്സുമായി ലൂസിഫർ കിടന്നു. അവന്റെ ചുറ്റും പുകയുന്ന ഗന്ധകവും കത്തുന്ന അഗ്നിയും മാത്രം. സ്വർഗത്തിലെ സുഗന്ധമുള്ള കാറ്റിനു പകരം ഇവിടെ വീശുന്നത് നിരാശയുടെ തണുത്ത കാറ്റാണ്. ലൂസിഫർ പതുക്കെ എഴുന്നേറ്റുനിന്നു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ ദിവ്യത്വത്തിന്റെ കിരണവും ആ നിമിഷം അണഞ്ഞുപോയി. പ്രകാശത്തിന്റെ മാലാഖയായിരുന്ന ലൂസിഫർ ഇപ്പോൾ ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. അവന്റെ സുന്ദരമായ മുഖം വിരൂപമായി, ചർമ്മം കഠിനമായി, കണ്ണുകളിൽ പകയുടെ ചുവന്ന വെളിച്ചം ജ്വലിച്ചു. ഈ മാറ്റം കേവലം ബാഹ്യമായിരുന്നില്ല. അവന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നടന്ന ഒരു വിപരീത പരിണാമമായിരുന്നു അത്. ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ പൂർണ്ണമായും വെറുക്കാൻ തുടങ്ങി. പശ്ചാത്താപത്തിനു പകരം അവന്റെ ഹൃദയത്തിൽ പകയുടെ വിഷം നിറഞ്ഞു. ഇനിമുതൽ ഞാൻ വെളിച്ചം കൊണ്ടുവരുന്നവനല്ല, ഞാൻ വെളിച്ചത്തെ തടയുന്നവനാകും, അവൻ മന്ത്രിച്ചു. ലൂസിഫർ എന്ന നാമം സ്വർഗത്തിൻ്റേതാണ്. അതുപേക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്നവൻ തീരുമാനിച്ചു. അവൻ തന്നെത്താൻ സാത്താൻ എന്നു വിളിച്ചു, അതായത് എതിരാളി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നവൻ. തന്റെ പുതിയ സ്വരൂപം കണ്ട് അവൻ ഭയപ്പെട്ടില്ല. പകരം ആ ഭീകരതയിൽ അവൻ ആനന്ദം കണ്ടെത്തി. സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ശുഭ്രവസ്ത്രധാരിയല്ല താനിപ്പോൾ, മറിച്ച് ഇരുട്ടിന്റെ ആവരണമണിഞ്ഞ പോരാളിയാണ്. ലൂസിഫറിന്റെ പതനം പൂർത്തിയായത് അവൻ തന്റെ രൂപത്തെയും വിധിനിലയെയും പൂർണ്ണമായി അംഗീകരിച്ചപ്പോഴാണ്. അവൻ തന്റെ ശക്തിയെ തിന്മയുടെ കലകളിലേക്ക് തിരിച്ചുവിട്ടു. പ്രകാശത്തെ വിഭജിച്ച് നിഴലുകൾ സൃഷ്ടിക്കാൻ അവൻ പഠിച്ചു. സാത്താൻ എന്ന പുതിയ വ്യക്തിത്വത്തിന്റെ ജനനം
പ്രപഞ്ചത്തിലെ തിന്മയുടെ ഉദയമായിരുന്നു. സാത്താൻ തന്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ദൂതന്മാരെ നോക്കി. അവർ വിരൂപരായ പിശാചുക്കളായി മാറുന്നത് അവൻ കണ്ടു. അവർക്കിടയിൽ വലിയൊരു നിശബ്ദത പടർന്നിരുന്നു. തങ്ങളുടെ നേതാവ് തോൽപ്പിക്കപ്പെട്ടതും തങ്ങൾ എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടതും അവർക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല. പലരും ദൈവത്തോടെ മാപ്പിനായി അപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ തന്റെ സിംഹാസനമായി ഒരു കരിങ്കല്ല് തിരഞ്ഞെടുത്തു. അവൻ ആ ശൂന്യതയിൽ അലറി വിളിച്ച് അവരെ അഭിസംബോധന ചെയ്തു. നമ്മൾ തോറ്റുവെന്ന് ആരാണ് പറയുന്നത്? നാം അടിമത്വത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. അവന്റെ ശബ്ദം നരകത്തിന്റെ ഓരോ കോണിലും ഭയാനകമായി മുഴങ്ങി. സ്വർഗത്തിൽ നാം വെറും പാവകളായിരുന്നു. ഇവിടെ നാം സ്വന്തം വിധി നിർണയിക്കുന്നവരാണ്. അവിടെയുള്ള പ്രകാശം നമ്മെ കണ്ണഞ്ചിപ്പിച്ചിരുന്നു. ഇവിടെയുള്ള ഇരുട്ട് നമുക്ക് കാഴ്ച നൽകുന്നു. അവന്റെ വാക്കുകൾ ആ പിശാചുകളിൽ പുതിയൊരു ഊർജം നിറച്ചു. സാത്താൻ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ആ അഗാധ ഗർത്തത്തെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ തുടങ്ങി. അവൻ തന്റെ വിശ്വസ്തരായ അനുയായികളെ വിളിച്ചു. ബെൽസെബബ്, അസ്മോഡിയസ് തുടങ്ങിയവർ. അവർക്ക് അവൻ നരകത്തിലെ വിവിധ മേഖലകളുടെ ചുമതല നൽകി. സ്വർഗത്തിന്റെ ക്രമം പാലിച്ചിരുന്ന ലൂസിഫർ ഇപ്പോൾ നരകത്തിലെ അരാജകത്വത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. സ്വർഗത്തോടുള്ള പക തീർക്കാൻ അവൻ രൂപകൽപ്പന ചെയ്ത ആ സാമ്രാജ്യം ക്രൂരതയുടെയും വേദനയുടെയും സിംഹാസനമായിരുന്നു. സാത്താൻ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഭയന്നു തുടങ്ങുന്ന ഒരന്തരീക്ഷം അവൻ സൃഷ്ടിച്ചെടുത്തു. പരിണാമത്തിന്റെ ഈ ഘട്ടത്തിൽ സാത്താൻ തന്റെ ഏറ്റവും വലിയ ആയുധം കണ്ടെത്തി: വഞ്ചന. സ്വർഗത്തിൽ താൻ നേരിട്ടുള്ള യുദ്ധത്തിലാണ് പരാജയപ്പെട്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ സർവശക്തിയെ നേരിടാൻ തനിക്ക് കഴിയില്ല. എന്നാൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളെ തകർക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവൻ കരുതി. തന്റെ സൗന്ദര്യത്തിന്റെ അവശിഷ്ടങ്ങൾ അവൻ മായകളായി ഉപയോഗിക്കാൻ പഠിച്ചു. ആവശ്യമുള്ളപ്പോൾ ഒരു പ്രകാശദൂതന്റെ വേഷം പോലും അവന് കഴിയുമായിരുന്നു. തന്റെ ഉള്ളിലെ വേദന അവനൊരു കവചമാക്കി മാറ്റി. ഓരോ തവണയും സ്വർഗത്തിലെ സംഗീതം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം വെന്തുരുകി. പക്ഷേ ആ കണ്ണുനീരിനെ അവൻ അഗ്നിയായി മാറ്റി. നരകത്തിന്റെ ആഴങ്ങളിൽ അവൻ പാൻഡിമോണിയം എന്ന തന്റെ കൊട്ടാരം പണിതു. ഇരുണ്ട ശിലകൾ കൊണ്ട് പടുത്തുയർത്തിയ ആ കൊട്ടാരം സാത്താന്റെ അഹങ്കാരത്തിന്റെ പുതിയ പ്രതീകമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്തൊരിടം നരകമാണെങ്കിൽ ആ നരകത്തെ അവൻ തന്റെ സ്വർഗമാക്കി മാറ്റി. അവൻ തന്റെ അനുയായികളോട് പ്രതിജ്ഞ ചെയ്തു: നമ്മുടെ വേദനയ്ക്ക് വെലോകം വില പടകേണ്ടിവരും. സ്രഷ്ടാവിന് വേദന നൽകാനുള്ള ഒരേയൊരു മാർഗം അവന്റെ സൃഷ്ടികളെ നശിപ്പിക്കുകയാണ്. സാത്താനിലെ ഈ മാറ്റം പ്രപഞ്ചത്തിലെ നന്മയും തിന്മയും തമ്മിലുള്ള തുലനാവസ്ഥയെ ബാധിച്ചു. പ്രകാശത്തിന്റെ പുത്രനെന്ന നിലയിൽ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോഴവൻ നുണകളുടെ പിതാവാണ്. അവന്റെ ഓരോ വാക്കും ഓരോ ചിന്തയും വിനാശകരമായിരുന്നു. ആ പരിണാമം പൂർണ്ണമായതോടെ സാത്താൻ തന്റെ പ്രതികാരയാത്രയ്ക്ക് തയ്യാറെടുത്തു. സാത്താൻ തന്റെ പുതിയ അധികാരദണ്ഡ് കയ്യിലെടുത്തു. അതിരുട്ടിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒന്നായിരുന്നു. അവൻ തന്റെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ നിശ്ചയിച്ചു. ആരും കടന്നു ചെല്ലാത്ത, പ്രകാശം ഭയപ്പെടുന്ന ആ താഴ്വരകളിൽ അവൻ തന്റെ സൈന്യത്തെ വീണ്ടും സംഘടിപ്പിച്ചു. ഇത് സ്വർഗം പിടിച്ചെടുക്കാനുള്ള സൈന്യമായിരുന്നില്ല, മറിച്ച് ലോകത്തെ വഴിതെറ്റിക്കാനുള്ള സൈന്യമായിരുന്നു. സാത്താൻ എന്ന വ്യക്തിത്വത്തിലിപ്പോൾ ലൂസിഫറിന്റെ ജ്ഞാനവും ഒരു മൃഗത്തിന്റെ ക്രൂരതയും സംഗമിച്ചിരിക്കുന്നു. അവൻ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് പ്രപഞ്ചത്തെ നോക്കി. ദൂരെ ഒരു കൊച്ചു ഗ്രഹത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത് അവൻ അറിഞ്ഞു. അതാണെന്റെ ഇര. അവൻ ക്രൂരമായി ചിരിച്ചു. സാത്താൻ തന്റെ ചിറകുകൾ വീശി. അവ ഇപ്പോൾ പഴയതുപോലെ സുതാര്യമല്ല, മറിച്ച് നിഴലുകൾ പോലെ കറുത്തതാണ്. അവൻ ശൂന്യതയിലേക്ക് പറന്നുയർന്നു. അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ദൈവത്തോടുള്ള പക തീർക്കാൻ മനുഷ്യരാശിയെ വഞ്ചിക്കുക. സ്വർഗത്തിന്റെ അനന്തമായ പ്രകാശത്തിൽ നിന്ന് ബഹുദൂരമകലെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആഴമേറിയ ഗർത്തത്തിൽ സാത്താൻ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി. അത് നരകം എന്നറിയപ്പെട്ടു. അവിടെ പ്രകാശമെന്നത് ഒരന്യമായ ഓർമ്മ മാത്രമായിരുന്നു. കത്തുന്ന ഗന്ധകത്തിന്റെ പുഴകളും ഒരിക്കലും അണയാത്ത അഗ്നിജ്വാലകളും നിലയ്ക്കാത്ത നിലവിളികളും ആ ലോകത്തെ ഭയാനകമാക്കി. സാത്താൻ തന്റെ സിംഹാസനം ആ ഇരുട്ടിന്റെ നടുവിൽ ഉറപ്പിച്ചു. അത് കരിങ്കല്ലുകളും ആത്മാക്കളുടെ വേദനയും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ലൂസിഫർ എന്ന മനോഹരമായ നാമം ഉപേക്ഷിച്ച അവൻ ഇപ്പോൾ ഇരുട്ടിന്റെ അധിപനായി ആ ശൂന്യതയിൽ വാണു. നരകം വെറുമൊരു തടവറയായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമാന്തര ലോകമായിരുന്നു. അവിടെ നീതിക്ക് പകരം ക്രൂരതയും സത്യത്തിനു പകരം വഞ്ചനയും നിയമങ്ങളായി മാറി. സാത്താൻ തന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന വീണ ദൂതന്മാരെ നോക്കി. അവരുടെ തേജസ് നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ചിറകുകൾ കരിഞ്ഞുണങ്ങി രൂപഭേദം സംഭവിച്ചിരുന്നു. അവരെ അവൻ
പിശാചുക്കൾ എന്ന് പുനഃനാമകരണം ചെയ്തു. സ്വർഗ്ഗത്തിൽ അനുഭവിച്ച ഓരോ നിമിഷത്തിന് സന്തോഷത്തിനും പകരമായി നരകത്തിൽ ഓരോ നിമിഷവും വേദന നിറയ്ക്കുമെന്നവൻ പ്രതിജ്ഞ ചെയ്തു. ആ സാമ്രാജ്യത്തിന്റെ ഓരോ കോണിലും സാത്താന്റെ പകയുടെ നിഴൽ പടർന്നുകിടന്നു. സാത്താൻ തന്റെ സാമ്രാജ്യത്തെ 9 വൃത്തങ്ങളായി തിരിച്ചു. ഓരോ വൃത്തത്തിലും ഓരോ തരത്തിലുള്ള പാപങ്ങൾക്കും ശിക്ഷകൾക്കുമായി ഇടം നൽകി. അവൻ തന്റെ ജ്ഞാനമുപയോഗിച്ച് അന്ധകാരത്തിന്റെ ഒരു അത്ഭുത ലോകം തന്നെ സൃഷ്ടിച്ചു. സ്വർഗ്ഗത്തിലെ സുഗന്ധത്തിനു പകരം അവിടെ അസഹ്യമായ ഗന്ധം നിറഞ്ഞു. പക്ഷേ സാത്താൻ ഈ ക്രൂരതയിൽ ഒരു പ്രത്യേകതരം ആനന്ദം കണ്ടെത്തി. ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് താൻ നിർമ്മിച്ചതെന്നവൻ അഹങ്കരിച്ചു. സ്വർഗ്ഗത്തോടുള്ള അവന്റെ യുദ്ധം അവസാനിച്ചിരുന്നില്ല. അത് കൂടുതൽ നിഗൂഢവും ഭീകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ലൂസിഫറിന്റെ കഥ കേവലം ഒരു വീണമാലാഖയുടെ ചരിത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിരഹത്തിന്റെയും നഷ്ടത്തിന്റെയും വിലാപകാവ്യമാണ്. സ്വർഗ്ഗത്തിന്റെ സിംഹാസനത്തിനു സമീപം പ്രകാശമായി ജ്വലിച്ചുനിന്ന ആ പ്രഭാത നക്ഷത്രം ഇന്ന് അഗാധമായ ഇരുട്ടിന്റെ തടവറയിലാണ്. വിരോധാഭാസമെന്നു പറയട്ടെ, അത്യുന്നതനായ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ലൂസിഫർ ഇപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. ഈ പരിണാമം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയോ സൗന്ദര്യമോ ജ്ഞാനമോ അല്ല ഒരുവനെ സംരക്ഷിക്കുന്നത്, മറിച്ച് വിനയവും സ്നേഹവുമാണെന്നാണ്. ലൂസിഫർ തന്റെ സ്വന്തം പ്രകാശത്തിൽ അന്ധനായിപ്പോയി. അവൻ സ്രഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ, തന്നെ രൂപത്തെ ആരാധിച്ചു. നരകത്തിന്റെ ആഴങ്ങളിൽ ഇന്നും സാത്താൻ തന്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ നോക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളിൽ പഴയ പക ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ പകയോടൊപ്പം തന്നെ മാറ്റാൻ കഴിയാത്തൊരു ദുഃഖവും നിഴലിക്കുന്നു. തനിക്കെന്നേക്കുമായി നഷ്ടപ്പെട്ട സ്വർഗ്ഗത്തിലെ ആ സംഗീതവും സമാധാനവും അവൻ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ടാകാം. പക്ഷേ തിരിച്ചുവരാൻ കഴിയാത്ത വിധം അവന്റെ അഹങ്കാരം അവനെ ബന്ധിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണെങ്കിലും അത് സ്വീകരിക്കാൻ സാത്താൻ തയ്യാറല്ല. അവൻ തന്റെ പതനത്തെ ഒരു വിപ്ലവമായി കാണുന്നു. എന്നാൽ സത്യത്തിൽ അതൊരു വലിയ ആത്മഹത്യയായിരുന്നു. തന്നിലെ ദൈവീകതയെ അവൻ തന്നെ കൊന്നുകളഞ്ഞു. ലൂസിഫറിന്റെ ഈ കഥ ഇന്നും ജീവിക്കുന്നത് നമ്മൾ കാണുന്ന പുരാണങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഓരോ മനുഷ്യന്റെയും മനസ്സ് ഒരു ചെറിയ സ്വർഗമാണ്. അവിടെ അഹങ്കാരം തലപൊക്കുമ്പോൾ ലൂസിഫർ വീണ്ടും ജനിക്കുന്നു. ഞാൻ എന്ന ഭാവം ദൈവത്തോളം വളരുമ്പോൾ നാം നമ്മിലെ വെളിച്ചത്തെ സ്വയം കെടുത്തിക്കളയുന്നു. ലൂസിഫർ ഒരു വ്യക്തി മാത്രമല്ല, അതൊരവസ്ഥയാണ്. അഹന്തയുടെ കൊടുമുടിയിൽ നിന്ന് അന്ധകാരത്തിന്റെ അഗാധതയിലേക്ക് വീഴുന്ന ഏതൊരാത്മാവിനും ലൂസിഫർ ഒരു വലിയ പാഠപുസ്തകമാണ്. ആ പ്രകാശപുത്രന്റെ പതനം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പായി ഇന്നും നിലനിൽക്കുന്നു. നരകത്തിലെ തീജ്വാലകളേക്കാൾ ഭീകരം ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലാണെന്ന് ലൂസിഫർ തന്റെ പതനത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നു. അവൻ ഭൂമിയിൽ സൃഷ്ടിച്ച നിഴലുകൾ ഇന്നും മനുഷ്യവർഗത്തെ വേട്ടയാടുന്നു. യുദ്ധങ്ങൾ, വിദ്വേഷം, അസൂയ, ചതി, ഇതെല്ലാം ലൂസിഫർ തന്റെ പതനത്തിൽ നിന്ന് ലോകത്തിന് നൽകിയ വിഷകനികളാണ്. മനുഷ്യന്റെ ഉള്ളിലെ ബലഹീനതകളെ സാത്താൻ ചൂഷണം ചെയ്യുന്നത് അവൻ അനുഭവിച്ച അതേ വേദന മറ്റുള്ളവരിലും നിറയ്ക്കാനാണ്. തനിക്ക് സ്വർഗമില്ലെങ്കിൽ മറ്റാർക്കും അത് വേണ്ട എന്ന വാശിയാണ് സാത്താനെ നയിക്കുന്നത്. എന്നാൽ ഈ പോരാട്ടത്തിൽ അവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം ഓരോ തവണയും ഒരു മനുഷ്യൻ ക്ഷമിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ലൂസിഫറിന്റെ സാമ്രാജ്യത്തിൽ വിള്ളലുകൾ വീഴുന്നു. സാത്താന്റെ ഏറ്റവും വലിയ വിജയം അവൻ നിലവിലില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്നതിലാണ്. തിന്മയെ സാധാരണവൽക്കരിക്കുമ്പോൾ ലൂസിഫർ തന്റെ ലക്ഷ്യത്തോടടുക്കുന്നു. അവൻ വെളിച്ചത്തിന്റെ വേഷം കെട്ടാൻ മടിക്കാത്തവനാണ്. കപടമായ ആത്മീയതയായും അതിരുകടന്ന ഭൗതികതയായും അവൻ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ചെറിയ ചിന്തകളെപ്പോലും അവൻ തന്ത്രപൂർവം മാറ്റാൻ ശ്രമിക്കുന്നു. എന്തിനാണ് അനുസരിക്കുന്നത്? നീയാണ് ഏറ്റവും വലിയവൻ, നിന്റെ സുഖമാണ് പ്രധാനം എന്നിങ്ങനെ ലൂസിഫർ ഏദൻ തോട്ടത്തിൽ മന്ത്രിച്ച അതേ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ ശബ്ദത്തെ തിരിച്ചറിയുന്നതാണ് ജ്ഞാനത്തിന്റെ തുടക്കം. ലൂസിഫറിന്റെ പതനം പൂർത്തിയാകുന്നത് കാലത്തിന്റെ അന്ത്യത്തിലാണ്. ഒരു ദിവസം അവന്റെ അഹങ്കാരവും ഈ നിഴൽ നാടകങ്ങളും അവസാനിക്കുമെന്ന് പ്രപഞ്ചത്തിന്റെ നിയമം പറയുന്നു. അഗ്നിഗർത്തത്തിലെ ശിക്ഷയേക്കാൾ സാത്താൻ ഭയപ്പെടുന്നത് വിസ്മൃതിയെയാണ്.
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചുമാറ്റപ്പെടുക എന്നത് ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം മരണം തന്നെയാണ്. താൻ ദൈവത്തിന് തുല്യനാണെന്നു കരുതിയവൻ ഒടുവിൽ ഒന്നുമല്ലാതായി മാറുന്ന ആ നിമിഷം അനിവാര്യമാണ്. പ്രകാശത്തിൻ്റെ വാഹകൻ ഇരുട്ടിൻ്റെ ഇരയായി മാറുന്ന ആ ദാരുണമായ അന്ത്യം അഹങ്കാരത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യം തന്നെയാണ്.